Hi students, let us see into the first module of Introduction to Business. ഫസ്റ്റ് മോഡിൽ നമുക്ക് പെട്ടെന്ന് റിവിഷൻ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് എന്ന് വെച്ചാൽ ഒരു ഓണ്ടർപ്രണർ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിസിനസ്, കോൺസെപ്റ്റ്സ് ഓഫ് ഓണ്ടർപ്രൈസ്, നെക്സ്റ്റ് ബിസിനസ് ആൻഡ് എൻവയൺമെൻറ്റ്. Next we see into what is management, different levels of management, different definitions, functions of management, evolution of management. It's quite a very topic, it's quite important. Next we'll see two functions of management. One is called planning, second one is called organizing. Enterprise. Enterprise refers for a profit-oriented business that is started and run by entrepreneur. നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നത് എന്തിനാ? ഒരു NGO പർപ്പസിന് വേണ്ടിയിട്ടല്ലല്ലോ, ഒരു ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടല്ലല്ലോ. വാട്ട് എവർ ബിസിനസ് യു റൺ, that business has its own supply and demand based on which it has its own risk associated with it. അത് റിസ്ക് ഏറ്റെടുക്കുന്ന ഒരു ഓണ്ടർപ്രണർ ആണ്. ആൻഡ് ഓണ്ടർപ്രണർ ഇസ് an individual who is ready to take a risk to start his business. More the risk you take, more the returns most probably you can get, right? It can be an existing idea, it can be you would be developing a new idea, you would be an innovator of new ideas or new products. Different functions of entrepreneur നമ്മൾ പറയുന്ന ഒന്ന് റിസ്ക് അബ്സോർപ്ഷൻ. he or she should be ready to take certain type of risk. Any risk വരാൻ പറ്റും. ഇപ്പോൾ ടെക്നോളജി മാറിയെന്നിരിക്കും, ഡിമാൻഡ് മാറിയെന്നിരിക്കും, പ്രോഡക്റ്റ് ചെറിയ ഡിഫക്റ്റ് ഉണ്ടാകാൻ പറ്റും, കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് മാറുമായിരിക്കും, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അതാണ് ആദ്യം നമ്മൾ റിസ്ക് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ദാറ്റ് പേഴ്സൺ മസ്റ്റ് ബി ഏബിൾ ടു ഫോർമുലേറ്റ് സ്പെസിഫിക് സ്ട്രാറ്റജിക് ബിസിനസ് ഡിസിഷൻസ്. സ്ട്രാറ്റജിക് ബിസിനസ് ഡിസിഷൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കുറച്ച് ലോങ് ടേം ബിസിനസ് ഡിസിഷൻസ്. ഫോർ എക്സാമ്പിൾ, you want to start you already have your company. Now where else you want to extend your branch? In Kerala വേണോ, ഔട്ട്സൈഡ് കേരള വേണോ? ഇപ്പോൾ ഔട്ട്സൈഡ് അവിടെയൊക്കെ നോക്കുമ്പോഴും അവരുടെ ടേസ്റ്റും പ്രിഫറൻസും മാറിക്കൊണ്ടിരിക്കും. ദാറ്റ് ഇസ് ജസ്റ്റ് വൺ എക്സാമ്പിൾ, റൈറ്റ്? ഓരോ സ്റ്റോറിൽ എന്തോ ടൈപ്പ് ഗുഡ്സാണ് വേണ്ടി, യുവർ സ്റ്റോർ എ ആൻഡ് യു ഹാവ് അനദർ സ്റ്റോർ ബി, അവിടെ കിട്ടുന്ന ഗുഡ്സ് ഇവിടെ ആണെന്ന് നിർബന്ധമില്ല. ഇറ്റ് കൻ ബി ഡിഫറെൻറ്റ്. Third one, effective coordination. You need a coordination between your suppliers, vendors, within your own workers, laborers, and then with your end consumers, shop retailers. Fourth one, it combines all the factors of production. നമുക്ക് factors of production എന്തൊക്കെയാണ് വരുന്നത്? Land, labor, capital, and entrepreneur, right? The last function is entrepreneur. So this person, an entrepreneur, he coordinates and combines all factors of production. എന്നാലും സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ, and he gets the highest returns. He or she gets the highest returns. Next, he or she should be an innovator ready to develop new ideas and new methods of process. Maintain relationships with your internal and as well as external stakeholders. Internal എന്ന് വെച്ചാൽ ആരൊക്കെയാണ്? നമ്മുടെ വെൻഡേഴ്സ്, നമ്മളുടെ സപ്ലയേഴ്സ്, നമ്മളുടെ എക്സിസ്റ്റിംഗ് നമ്മുടെ വർക്കേഴ്സ്, ലേബറേഴ്സ് ഒക്കെ. പുറത്തുള്ള ആൾക്കാരാണെങ്കിലോ യുവർ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെ വരാം? ദ സൊസൈറ്റി, ദ ഗവൺമെൻറ് അതോറിറ്റീസ്, അങ്ങനത്തെ പുറത്തുള്ള ആൾക്കാരും ആവാം. നെക്സ്റ്റ്, ഫ്യൂ കോമ്പറ്റൻസീസ് ആൻഡ് എന്റർപ്രണർ ഷുഡ് ബി ഹാവിങ്. ഇനിഷ്യേറ്റീവ് സ്കിൽസ് വേണം. he or she should look for new opportunities. Persistent വേണം. കീപ്പ് ഓൺ ട്രൈങ്. സീക്ക് ന്യൂ ഇൻഫർമേഷൻ. ക്വാളിറ്റി കോൺഷ്യസ് ആവണം. കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ്, നിങ്ങൾ എൻ്റെ ആയിട്ട് കൊടുക്കുന്ന പ്രോഡക്റ്റ് ഒരു ഡിഫക്റ്റീവ് ഉണ്ടെങ്കിൽ തീർന്നില്ല, റൈറ്റ്? നിങ്ങൾ ഐഫോൺ കൊടുക്കുകയാണെങ്കിൽ വൺ ഡിഫക്റ്റീവ് ഐഫോൺ, ഡെഫിനറ്റ്ലി a consumer is spending his or her amount of X amount of money on your product. നിങ്ങളുടെ പ്രോഡക്റ്റ് വിശ്വസിച്ച് നിങ്ങൾ പ്രോഡക്റ്റ് സർവീസ് വിശ്വസിച്ച് ഒരാൾ മേടിക്കുന്നു. സോ യു cannot show any type of compromise to your product. Next, commitment to work. You should have effective negotiation skills, especially with your vendors. നിങ്ങൾ ഒത്തിരി സപ്ലയേഴ്സ് അല്ലെങ്കിൽ ഒത്തിരി വെൻഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ചീപ്പസ്റ്റ് കിട്ടുന്ന, ഏതാ കൂടുതൽ ലാഭമായിട്ട് കിട്ടുന്ന, ഇത് സംസാരിച്ച് അത് നമ്മൾ കിട്ടുന്ന ഒരു ഡീലാണ് നെഗോസിയേഷൻ. നെക്സ്റ്റ്, commitment to efficiency, proper planning. Should be a problem solver. He or she should be self-confident, assertive, determined, persuasive, keep on taking new challenges, effective strategist, keep on forming new strategic business decisions, and enough networking skills so as to maintain your relationship with others. Next, we'll see the different type of entrepreneurs. First, you have a business entrepreneur. ഇതാണ് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന ഒരു ട്രഡീഷണൽ entrepreneur, wherein an individual who conceives an idea for a new product or service and then convert that idea into reality. നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന ബിസിനസ് ആളിനാണ് ബിസിനസ് ഓണ്ടർപ്രണർ ആണ്. Second one is called trading entrepreneur. Is one who undertakes trading activities and is not concerned with the manufacturing work. അത് മാനുഫാക്ചറിങ് വർക്ക് വേറൊരാൾക്ക് കൊടുത്തേക്കുക അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്തേക്കുക. പുള്ളിയുടെ പണി എന്തുവാ? വാട്ട് ഇസ് ഹിസ് ജോബ്? ഹിസ് ഓർ ഹെർ ജോബ് ഇസ് ജസ്റ്റ് ടു ക്രിയേറ്റ് സെയിൽസ്. ആ ഒരു സെയിൽസ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി. ഇതിന്റെ ബിഹൈൻഡ് ദ പ്രോസസ് ഇൻവോൾവ് അല്ല. ട്രേഡിംഗ് ഓണ്ടർപ്രണർ ഇസ് ജസ്റ്റ് ഇൻവോൾവ് ഇൻ സെല്ലിംഗ് എ പ്രോഡക്റ്റ് ഫ്രം this place, from point A to point B, to his
or her consumers. ഇതിൻ്റെ ബിഹൈൻഡ് പ്രോസസ് മാനുഫാക്ചറിങ് പ്രോസസ്സിലോ അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ സോഴ്സ് ചെയ്യുന്നോ ഇതിൻ്റെ ഫാക്ടറി ഒന്നും ആ ആൾ ഇൻവോൾവ് അല്ല. Next, you see what is called a social entrepreneur. Social entrepreneur is a person who is not oriented towards profit but towards community based problems, right? ഒരു പ്രോബ്ലം ഉണ്ടാക്കി വരുമ്പം ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പം കോമൺ ആയിട്ട് ഒരു സൊല്യൂഷൻ ഒരു ഐഡിയ ഉണ്ടാക്കാം, ഹൗ ടു മേക്ക് ചീപ്പർ വേസ് ഓഫ് മേക്കിംഗ് സംതിങ്. ഇതാണ് നമ്മൾ സോഷ്യൽ ഓണ്ടർപ്രണർ നമ്മൾ പറയുന്നത് ഫോർ ദ സോഷ്യൽ വെൽബീങ് ഓഫ് ദ സൊസൈറ്റി. നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ ബീങ് കോൾഡ് പ്രൊഫഷണൽ ഓണ്ടർപ്രണർ. പ്രൊഫഷണൽ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഹീസ് ആൻ ഓണ്ടർപ്രണർ, ഹി ഓർ ഷീ ഈസ് എൻ ഓണ്ടർപ്രണർ ഹൂ ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് എ ബിസിനസ് ബട്ട് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മാനേജിങ് ഓർ ഓപ്പറേറ്റിംഗ് ഇറ്റ് വൺസ് ഇറ്റ് ഇസ് എസ്റ്റാബ്ലിഷ്. അവർ പ്രോപ്പർ ഫണ്ടിങ് വെച്ചിട്ട് ആദ്യം ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് തുടങ്ങി വെച്ച ശേഷം they would sell it out. They would sell out the business. ഓക്കെ, ഒരു ബിസിനസ് ഞാൻ എൻ്റെ ഇന്ന ബ്രാൻഡ് ഞാൻ ഉണ്ടാക്കുന്നു, ഇത്രയും സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നു, ഇതാണ് എൻ്റെ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആഫ്റ്റർ വിച്ച് ദേ സെൽ ഓഫ് ദറ്റ് ബിസിനസ് ആൻഡ് ദേ ഗോ ടു ന്യൂ ഐഡിയ. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഇറ്റ് ഇസ് റണ്ണിങ് ഇൻ ടു ഫെയിലിയർ, അങ്ങനെയൊന്നുമല്ല. എന്നുവെച്ചാൽ ദേ ഓൾവേസ് സീക്ക് ന്യൂ ചലഞ്ചസ് ഇൻ ലൈഫ്. പുതിയ പ്രോഡക്ട്സ്, പുതിയ ഐഡിയാസ് ഉണ്ടാക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ അവർ ഒരു ബ്രാൻഡ് ഉണ്ടാക്കുന്നു, അത് വിൽക്കുന്നു, വീണ്ടും they start new business and they keep on growing. Fifth one being called innovative entrepreneur. Innovative entrepreneur is a one who invents new ideas, new products, new ways of production or how to deliver it. ഇപ്പം നമ്മൾ പുതുതായിട്ട് ഒരു സാധനം പ്രോഡക്റ്റ് ഇറക്കുമ്പം പുതുതായിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം പൊട്ടാറ്റോയുടെ തന്നെ മറ്റേ സ്പൈസി ചിപ്സ് ഉണ്ടല്ലോ, ഇത് തന്നെ ഒരു പുതിയ പ്രോഡക്റ്റ് ആയിരുന്നില്ല ആദ്യം ഇന്ത്യയിൽ നിന്ന് വന്നപ്പം. ദിസ് പ്രോഡക്റ്റ് ഇറ്റ്സ് നോട്ട് എൻ ഇന്ത്യൻ പ്രോഡക്റ്റ്, ആക്ച്വലി ഇറ്റ്സ് കമ്മിങ് ഫ്രം ബംഗ്ലാദേശ്, ദാറ്റ് ബിസ്ക്കറ്റ്. അത് കണ്ടിട്ടാണ് പല ആൾക്കാർ ഇമിറ്റേറ്റ് ചെയ്യുന്നു. വിൽ സി ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓണ്ടർപ്രണേഴ്സ്. കമ്മിങ് ടു ദ ഫസ്റ്റ് വൺ, ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണർ. ആദ്യമായിട്ട് ലാപ്ടോപ്പ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് ഫോണിൽ ടച്ച് കൊണ്ടുവന്ന കമ്പനി, ഫോണിൽ ടച്ച് കൊണ്ടുവന്ന HTC ഇറ്റ് ഇസ് HTC. അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് കൊണ്ടുവരുമ്പം ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ റിസ്ക്. ഓക്കെ, ഇന്നോവേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ റിസ്ക്. അത് സക്സസ് ആവുമോ ഇല്ലയോ അതിൻ്റെ പ്രോപ്പർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്തിട്ട് വേണം ഇറക്കാൻ. സെക്കൻഡ്, സിക്സ് വൺ ഇസ് കോൾഡ് ഇമിറ്റേറ്റീവ് ഓണ്ടർപ്രണർ. ഇമിറ്റേറ്റീവ് ഓണ്ടർപ്രണർ എന്ന് വെച്ചാൽ ഈ പുതുതായിട്ട് ഫ്രഷ് ഐഡിയ ആയിട്ട് കൊണ്ടുവന്ന ആൾ, ഫ്രഷ് പ്രോഡക്റ്റ് കൊണ്ടുവന്ന ആൾ, ഇന്നോവേറ്റീവ് ആളുടെ അതേ സാധനം എടുത്ത് അവർ ക്രിയേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദാറ്റ് ബിസ്ക്കറ്റ് ബ്രാൻഡ് കോൾഡ് പൊട്ടാറ്റോ ബിസ്ക്കറ്റ്സ് വിച്ച് ഇസ് ഇൻ റെഡ് ഇൻ കളർ, സ്പൈസി ബിസ്ക്കറ്റ്, വളരെ തിന്നായിട്ടുള്ള. ഈ സെയിം സാധനം ഇപ്പം വേറെ കമ്പനീസ് ഇറക്കാൻ തുടങ്ങി. ബ്രിട്ടാനിക്ക ഇറക്കാൻ തുടങ്ങി, വേറെ കമ്പനി സൺഫീസ്റ്റ് ഇറക്കാൻ തുടങ്ങി. സോ സച്ച് പീപ്പിൾ എന്തുവാ, അവർക്ക് പ്രത്യേകിച്ച് പുതിയൊരു ഐഡിയ ജനറേറ്റ് ചെയ്യാൻ വലിയ സമയം എടുക്കുന്നില്ല, റൈറ്റ്? അവർ ടൈം ലാഭിക്കുക. അവർ കള്ളന്മാരൊന്നുമല്ല, ബട്ട് ദേ ഹാവ് ദെയർ ഓൺ ബ്രാൻഡ്, ദെയർ ഓൺ പ്രോഡക്റ്റ്. നിങ്ങളിപ്പം പുതിയൊരു സാധനം ഇറക്കുമ്പോൾ അതിന് പേറ്റന്റ് ഫയൽ ചെയ്യാതിരിക്കാം. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഫയൽ എ പേറ്റന്റ് ടു മാർക്ക് യുവർ ഓൺ ബ്രാൻഡ് നെയിം ഓർ യുവർ ഓൺ പ്രോഡക്റ്റ്. സോ ഇമിറ്റേറ്റീവ് ഓണ്ടർപ്രണേഴ്സ് ആർ ദോസ് ഹു കോപ്പീസ് ദ ഐഡിയ ഓഫ് ആൻ ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണർ. സാധനം ഓൾറെഡി ഉണ്ട്, ഓക്കെ, മേ ബി കുറച്ച് ഫീച്ചേഴ്സ് കാണാതിരിക്കാം, പ്ലസ് ഓർ മൈനസ് ഹിയർ ആൻഡ് ഫോർ ഇറ്റ് വുഡ് ചേഞ്ച്. ഓർ ഇറ്റ് കുഡ് ബി ഓൺലി maybe they imitate what is the technology process behind the making. ചിലപ്പോൾ ആ പ്രോസസ് ആയിരിക്കും മാറ്റുന്നത്, നോട്ട് ഈവൻ ദ പ്രോഡക്റ്റ്. ആ പ്രോസസ്, ഹൗ യു മേക്ക് ഇറ്റ്, ദ മെഷീനറി, ദ ടെക്നോളജിക്കൽ പ്രോസസ് ആയിരിക്കും. ദേ യൂസ് ദ സെയിം കൈൻഡ് ഓഫ് സിമിലർ ടെക്നോളജി പ്രോസസ്. ഇത് കൂടുതൽ എവിടെ ഗുണം വരുന്നതെന്ന് വെച്ചാൽ ഒത്തിരി അണ്ടർ ഡെവലപ്ഡ് ആയ കൺട്രീസ് ഹു ഡു നോട്ട് ഹാവ് പ്രോപ്പർ ഫണ്ടിങ്, പ്രോപ്പർ മാനുഫാക്ചറിങ് ഒരു ഏരിയ ഇല്ലെങ്കിൽ then it is suitable for such entrepreneurs. ഇതൊരു കുറ്റമല്ല, let me tell you, it is not any crime or anything. Imitative entrepreneurs ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. Seventh one is called Fabian entrepreneurs. Such people, they are very skeptical to changes. പെട്ടെന്നൊരു മാർക്കറ്റ് ചേഞ്ച് വരുന്നു, പെട്ടെന്ന് കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റ് മാറുന്നു, അവർ പെട്ടെന്ന് മാറത്തില്ല അക്കോർഡിംഗ് ടു ദ ഡൈനാമിക് സിറ്റുവേഷൻ. ആക്ച്വലി ദാറ്റ് ഇസ് എ റിസ്കി പ്രോസസ്. യു ഷുഡ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് വിത്ത് സിനാരിയോ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പം അംബാസഡർ കാർ വിറ്റുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും യു കനോട്ട് എക്സ്പെക്ട് ഓൾ യുവർ കൺസ്യൂമേഴ്സ് ഇൻ ദിസ് ഏജ്, ഇൻ ദിസ് സെഞ്ചുറി ടു യൂസ് അംബാസഡർ കാർ. ഇപ്പോഴും അവർക്ക് അത് തന്നെയാണ് ഫേവറേറ്റ് കാർ എന്ന് വി കാൺ ടെൽ. ഇറ്റ് കീപ്സ് ചേഞ്ചിങ് ആൻഡ് ദാറ്റ് ഇസ് വൈ ദേ വർ നോട്ട് റെഡി ടു ചേഞ്ച്. സോ ഫാബിയൻ എന്റർപ്രനേഴ്സ് ആദ്യം ചേഞ്ച് ചെയ്യാൻ മടി പിടിക്കും, പക്ഷെ അവർ ചേഞ്ച് ചെയ്യും only in the last resort, only if they are satisfied with its success rate. വേറെ ആരെങ്കിലും ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിന്ന് അത് ചേഞ്ച് വന്നാൽ ചേഞ്ച് ചെയ്യും. only they do not take any risk. കാരണം അതൊരു ഫെയിലിയർ ആവുമെന്ന് പേടിച്ചിട്ട് they do not take any risk. ഇതാണ് കോൾഡ് ഫാബിയൻ ഓണ്ടർപ്രണേഴ്സ്. ഡ്രോൺ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുമ്പം
എന്ത് ചേഞ്ച് വന്നാലും ശരി അവർ മാറത്തില്ല. അതാണ് പ്യുവർ എക്സാമ്പിൾ ഓഫ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. ദേ വർ നോട്ട് റെഡി ടു ചേഞ്ച്, ready to put any sort of research and development into their products. Drone entrepreneurs are those who are reluctant to change since they are very conservative and do not want to make any changes into their organization. അവരിപ്പോഴും ലോസിലായിക്കോട്ടെ, അവർ അവരുടെ ഡിമാൻഡും സപ്ലൈയും കൺസ്യൂമർ ടേസ്റ്റ് ഒന്നും നോക്കാതെ സാധനങ്ങൾ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും, ഈവൻ ഇഫ് ദേ സഫർ ലോസ്. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ഡ്രോൺ ഓണ്ടർപ്രണർ. നേരത്തെ പറഞ്ഞ വെച്ചാൽ ഫാബി എന്ന് വെച്ചാൽ അവർ ചേഞ്ച് ഓൺലി ഇഫ് ദറ്റ് ഇസ് നെസസറി. ദേ അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ് കണ്ടീഷൻ, ബട്ട് ലാസ്റ്റ് റിസോർട്ട് മാത്രം ചേഞ്ചിന് പോകത്തുള്ളൂ. ഇപ്പുറത്താണെങ്കിൽ അവർ ചേഞ്ചും ചെയ്യത്തില്ല. ഡ്രോൺ ആണെങ്കിൽ അവർ ചേഞ്ച് ചെയ്യത്തില്ല. ദേ ആർ റെഡി ടു ഫേസ് എനി ടൈപ്പ് ഓഫ് ലോസ്. Coming to the nature of business, first one, as I told you, to achieve maximum profit. Second one, to deal with various goods or services with respect with sale or catering. You cater according to your consumers' demand and need. തേർഡ് വൺ, യൂട്ടിലിറ്റി ഉണ്ടാവണം. യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എന്തുവാ, ഒരു ഗുണം ഉണ്ടാവണം. നിങ്ങളൊരു സാധനം ഒരാൾക്ക് കൊടുക്കുന്നു, ഒരാൾ സാധനം കൺസ്യൂം ചെയ്യുമ്പോൾ തന്നെ ദർ ഇസ് എ പെർസെൻറ്റേജ് ഓഫ് യൂട്ടിലിറ്റി. സേ ഫോർ എക്സാമ്പിൾ, യു ആർ ഡ്രിങ്കിങ് എ പെർട്ടിക്കുലർ ജ്യൂസ്. When you drink a juice, your thirst is being satisfied, right? So it should be satisfied. എന്തൊരു സാധനം വന്നാലും ആർക്കൊരു ഗുണം ഉണ്ടാവണം, കൺസ്യൂമേഴ്സിന് ഒരു യൂട്ടിലിറ്റി ഉണ്ടാവണം. ഫോർത്ത് വൺ, പ്രോഫിറ്റ് ഏർണിംഗ് മോട്ടീവ്, ആസ് I told you. ഫിഫ്ത്ത് വൺ, there is a risk element involved because there can be any sort of risk. മാർക്കറ്റ് റിസ്ക് ഉണ്ടാവും, നിങ്ങളുടെ ഇന്റേണൽ റിസ്ക് ഉണ്ടാവും, എംപ്ലോയീസിന്റെ സൈഡിൽ നിന്ന് ഒരു തെറ്റ് വരാം, ഡിഫക്റ്റീവ് ആയിരിക്കും. സിക്സ്ത് വൺ ബീങ് there should be enough capital amount required for running your business. Seventh one, you should understand and satisfy your consumers' need. Only if you understand and satisfy your consumers' need, they would be satisfied, and ഒരു extra value addition കൊടുത്താൽ they would be content or fulfilled consumers. So you can say they can be loyal consumers. This then a business process involves a buyer and a seller. Ninth one, it is a regular process, a regular activity. നമ്മൾ എന്നും ബിസിനസ് ഷട്ട് ഡൗൺ ആവുന്നില്ല. We understand that business is there is no life or an expiry date for a business. It's a ongoing process. That's what you say, it's a regular process. Then you have to comply to certain social obligations, certain CSR activities ചെയ്യണം. അല്ല നിങ്ങളുടെ ബിസിനസ് കാരണം വേറൊരു സൊസൈറ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങളുടെ ഫാക്ടറി വേസ്റ്റ് കാരണം വേറെ നാട്ടുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇങ്ങനത്തെ പല ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം when you start a business. We have mainly two objectives of a business or a purpose of business, as we say. First one is being economic and second being social. The same one, economic being first one to earn profit, maximum profit share ഉണ്ടാക്കാൻ നോക്കുന്നു. Second one to gain maximum customer base or to gain maximum market share. Then you have to utilize your resources. You should utilize your underutilized resources, properly manage your underutilized resources and create new process. Your resources എന്തോ ആവും, നമുക്ക് അത് പ്രോഡക്റ്റ്, അതായത് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് ആവാം, അല്ലെങ്കിൽ നമ്മളെ മാൻഫോഴ്സ് ആവാം. ഓക്കെ, നെക്സ്റ്റ്, ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. നമ്മൾ എത്രയും പ്രോസസ്സ്, നമ്മൾ ഈ പറഞ്ഞ എല്ലാം പ്രോസസ്സ് അണ്ടർ യൂട്ടിലൈസ്ഡ് ആയാലും ഓവർ യൂട്ടിലൈസ് ആണ്, ഇതെല്ലാം ഒരു ഒപ്റ്റിമം രീതിക്ക് കൊണ്ടുപോയാൽ വി ക്യാൻ ഇൻക്രീസ് അവർ പ്രൊഡക്ടിവിറ്റി ലെവൽസ് ആൻഡ് ദബൈ എൻഷുർ യുവർ ഗോൾ ഇസ് ബീങ് അച്ചീവ്ഡ് ആൻഡ് ഗെറ്റ് പ്രോഫിറ്റ്. സോ ഇതാണ് നമ്മുടെ എക്കണോമിക് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് ബീങ് യുവർ സോഷ്യൽ ഒബ്ജക്റ്റീവ്. Social objective, first one, to provide goods and service as a reasonable rate to your consumers, right? You should not overcharge them, you should not undercharge them. As a reasonable rate ഉണ്ടാവണം. Yes, you should make amount of profit, but at a reasonable rate. You should understand your consumers well. Next one, it should be a source of employment generation. ആൾക്കാർക്ക് നിങ്ങളൊരു ജോലി, ഒരു പുതിയൊരു ബിസിനസ് ഇന്ത്യയെ കൊണ്ടുവരുവാണെങ്കിൽ, കേരളത്തിൽ wherever you bring it, അത് നാട്ടാർക്ക് മാത്രമല്ല, not only to the end consumers, but you create a job, right? You create a business establishment, you create a factory or an outlet wherein you can provide employment. You are helping people's life. Next one, provide fair remuneration to salaries. Fair amount of salary according to market standards കൊടുക്കണമെന്നാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങുമ്പം. അക്കോർഡിംഗ് ടു യുവർ മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സ് യു ഷുഡ് റിവാർഡ് യുവർ എംപ്ലോയീസ് accordingly. Next, coming to business structure, we have different type of business structure. First, we'll see a definition. It is a legal representation of an organization. ഒരു ഓർഗനൈസേഷൻ പല ടൈപ്സ് ആവാം. പാർട്ട്ണർഷിപ്പ് ആവാം, 2-3 പേരെ ചോദിക്കുന്ന കമ്പനി ആവാം, ഒരാൾ വെച്ച് തന്നെ ആവാം, പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ് ആണ്.
It defines who owns a company and how the business distributes its profit. നമുക്ക് പല ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ബീങ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പേര് പറയുന്ന പോലെ ഇറ്റ് ഈസ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ വൺ സിംഗിൾ പേഴ്സൺ, ദാറ്റ് ഇസ് എ സിംഗിൾ പ്രൊപ്പറേറ്റർ. പുള്ളി തന്നെയാണ് പുള്ളിയുടെ ലാഭം കിട്ടുന്നത് എന്ന റിസ്ക് ഉള്ളതുകൊണ്ടുണ്ടെങ്കിൽ ലോസ് ഉണ്ടെങ്കിൽ പുള്ളി തന്നെയാണ് സഫർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് sole proprietorship. Next is called partnership. Partnership, it is different with sole proprietorship because you are involving more than two or more owners. Okay, so those who own and those who get the profit and those who earn the losses. ഇത് ഇൻവോൾവ് ആയ ആൾക്കാർ ഈ പാർട്ട്ണർഷിപ്പ് ഇപ്പോൾ 2 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 5 പേരുണ്ടെങ്കിലും 5 പേര് ഈക്വലായിട്ട് മണി കോൺട്രിബ്യൂട്ട് ചെയ്യും. മണി മാത്രമല്ല, അവരുടെ ടെക്നോളജി ആവാം, അവരുടെ നമ്പർ ഓഫ് എംപ്ലോയീസ് ആവാം, അവരുടെ എന്തെങ്കിലും വസ്തു, ലാൻഡ്, പ്രോപ്പർട്ടി എന്തെങ്കിലും ആവാം, മെഷീനറി ആവാം. അതനുസരിച്ച് അവർക്ക് പ്രോഫിറ്റ് കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ അവർക്ക് അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ആവാൻ പറ്റും. പാർട്ട്ണർഷിപ്പിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ഈസ് കോൾഡ് ജനറൽ പാർട്ട്ണർഷിപ്പ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൾഡ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്. ജനറൽ പാർട്ട്ണർഷിപ്പ് എന്താണ് പറയുന്നത്? Partner manages a company and assumes responsibility for the partnership's debts and other obligations. നമ്മൾ നോർമൽ പാർട്ട്ണർഷിപ്പ് ആണ് നമ്മൾ പറയുന്നത് ജനറൽ പാർട്ട്ണർഷിപ്പ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ജനറൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ പാർട്ട്ണർഷിപ്പ് ആണ്. ദ സെക്കൻഡ് വൺ ബീങ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്. ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൽ തന്നെ 2 ഉണ്ട്, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇറ്റ് ഹാസ് ഓൾസോ ജനറൽ ആൻഡ് ലിമിറ്റഡ് പാർട്ട്നേഴ്സ്. General partners, they own and operate the business and assume liability for the partnership, whereas limited partners serve only as investors. അവർക്ക് അതിൻ്റെ പുറത്ത് പ്രത്യേകിച്ച് ഒരു വേറെ കൺട്രോളും കാര്യങ്ങളൊന്നുമില്ല. അവർ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് റോൾ മാത്രം പ്ലേ ചെയ്യുന്നുള്ളൂ നമ്മളുടെ ലിമിറ്റഡ് പാർട്ട്നേഴ്സ്. തേർഡ് വൺ ബീങ് കോർപ്പറേഷൻ. Corporation is a legal entity that is separate and independent from people who own or run the corporation. Shareholders ആണ് ഒരു കോർപ്പറേഷൻ റൺ ചെയ്യുന്നത്. That is dependent on number of liabilities and your stock. Sorry. Most corporations rely on a combination of debt, it's called as liability, and equity or stock to raise enough number of financial capital. The fourth one being called LLC, Limited Liability Company. അതൊരു ഹൈബ്രിഡ് മോഡലാണ് വിച്ച് ഇൻവോൾവ്സ് ബോത്ത്. നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ, പാർട്ട്ണർഷിപ്പും കോർപ്പറേഷൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും. ഇതാകുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ അവരുടെ ആൾക്കാരെ അവർ പേഴ്സണൽ ലയബിലിറ്റിയിൽ നിന്ന് സേവ് ചെയ്യും. അതായത് ഒരു ജപ്തി ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് കേസ് ഉണ്ടാകത്തില്ല. വെൻ യു പുട്ട് പേഴ്സണൽ അസറ്റ്സ്, വെൻ യു പുട്ട് യുവർ പേഴ്സണൽ ഹോം അല്ലെങ്കിൽ വണ്ടിയുടെ കാര്യം അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ഒന്നും ഫ്രീസ് ആയി പോകത്തില്ല. ഇറ്റ് വോണ്ട് ബി എ റിസ്ക് if it is invested in a limited liability company. Next important topic is business and environment. Business environment is the sum of all conditions, events, influences that surround and affects a business activity and growth. ഒരു ബിസിനസ് നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം? ചിലപ്പോൾ ഒരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടാവും, പൊളിറ്റിക്കൽ ഇൻസ്റ്റേബിൾ കണ്ടീഷൻസ് ഉണ്ടാവും, ലേബറേഴ്സ് ചിലപ്പോൾ സ്ട്രൈക്കിന് പോവും, ലേബർ ഷോർട്ടേജ് കാണും, പല കാര്യങ്ങളുണ്ട്. യു ഹാവ് യുവർ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. നമ്മളെല്ലാം ഫാക്ടേഴ്സ്, സം ഓഫ് ഓൾ കണ്ടീഷൻസ്, ഇവന്റ്സ് ആൻഡ് ഇൻഫ്ലുവൻസസ് ദാറ്റ് സറൗണ്ട് യുവർ ബിസിനസ് ആക്ടിവിറ്റി ആൻഡ് വിച്ച് പ്രൊമോട്ട്സ് യുവർ ബിസിനസ് ഗ്രോത്ത്. നമുക്ക് സെറ്റ് ഓഫ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ വിൽ സി ഈച്ച് വൺ ടു വൺ. ദിസ് വിൽ ഡിഫർ ഫ്രം പ്ലേസ് ടു പ്ലേസ്, കൺട്രി ടു കൺട്രി. യു ഹാവ് എ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഇന്റേണൽ ആദ്യം നമ്മൾ കാണുന്നത് വെച്ചാൽ ഫസ്റ്റ് വൺ ഈസ് യുവർ വാല്യൂ സിസ്റ്റം. നിങ്ങളുടെ കമ്പനി, ഓരോ കമ്പനി they have their own ethics, certain values to be followed, certain ethical principles to be followed. Second one being your mission and vision to achieve to your objective. നമ്മൾ വിഷൻ എന്ന് പറയുമ്പോൾ ലോങ് ടേമും മിഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേമും, ഈ രണ്ടും വെച്ച് നമ്മൾ എങ്ങനെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നു. തേർഡ് വൺ ബീങ് യുവർ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, wherein they have each well-defined organizational structure wherein the roles are defined. ഒരാൾ എന്തോ പണിയെ ചെയ്യേണ്ടിയേ എല്ലാം വെൽ ഡിഫൈൻഡ് ആയിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത്. ഫോർത്ത് വൺ ബീങ് ഇന്റേണൽ പവർ റിലേഷൻഷിപ്പ്, ദാറ്റ് ഡിഫൈൻസ് യുവർ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് യു കീപ് വിത്ത് യുവർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, വിത്ത് യുവർ ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഹൗ വെൽ യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ്, ഹൗ വെൽ യു മെയിൻറ്റെയിൻ യുവർ വർക്ക് റിലേഷൻഷിപ്പ്. ഫിഫ്ത്ത് വൺ ബീങ് ഹ്യൂമൻ റിസോഴ്സ്. സിക്സ്ത് വൺ ബീങ് മെയിൻറ്റെയിനിങ് എ ഗുഡ് കമ്പനി ഇമേജ് ആൻഡ് ബ്രാൻഡ് ഇക്വിറ്റി, അതായത് വിത്ത് റെസ്പെക്ട് വിത്ത് യുവർ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ആൻഡ് ഗുഡ് വിൽ. And then you have certain miscellaneous factors wherein you have your physical assets, you have your marketing team, a few other miscellaneous factors.
Coming to external environment are those which are not directly under your control. നമുക്കത്തി മൈക്രോ ഉണ്ട്, മാക്രോ ഉണ്ട്. ഇന്റേണൽ ആണെങ്കിൽ ഇതെല്ലാം നമ്മളുടെ കമ്പനിയുടെ അകത്തുള്ള കൺട്രോൾ ഉള്ള സാധനങ്ങളാണ് ഇന്റേണൽ എൻവയൺമെന്റ്. എക്സ്റ്റേണൽ എൻവയൺമെന്റ് ആണെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്, മൈക്രോ എൻവയൺമെന്റ്, മാക്രോ. Macro is not at all in your control. Micro is in your control. Fine. You have your suppliers, you have your consumers, are called as customers. You have marketing intermediaries. നിങ്ങളുടെ സാധനങ്ങളെ ഇടയ്ക്ക് റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് നിൽക്കുന്നവരാണ് called marketing intermediaries who take your items from directly from your factory, from your suppliers to reach to your consumers. You have your competitors. You have the society as such. Macro factors which are not controllable. You have your pestle. You have your political, economical, socio-cultural environment. Then you have technological. You have then your environment and legal environment. Our physical environment and environment ഉദ്ദേശിച്ചത്. Then you have demographic environment as well. ആൾക്കാരുടെ കസ്റ്റമേഴ്സിന്റെ ഏജ്, പല ടേസ്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഡെമോഗ്രഫി വരുന്നത്, ലൊക്കേഷൻ ഇതൊക്കെയാണ് വരുന്നത്. Now moving into what is called management. Management definition പറയുന്നത് വെച്ചാൽ it is the art of getting things done through and with people in formally organized group. വേറെ ഡെഫിനേഷൻ വേണമെങ്കിൽ it is the art of knowing what to do, when to do, and see that it is done in the best and cheapest way by F.W. Taylor. It is a process of planning and organizing resources and activities of business to achieve specific goals in the most, these are the two keywords, effective and efficient way. എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ, കറക്റ്റ് സമയത്ത് കാര്യങ്ങൾ നടക്കുന്നു, കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു അറ്റ് എ മിനിമം കോസ്റ്റ്. എഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ എന്തുവാ, അത് ഈൽഡ് ചെയ്യുന്ന റിസൾട്ട് കുറച്ചുകൂടെ നല്ല മേജർ ഷെയർ ഓഫ് റിസൾട്ട്സ് ആണെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു പ്രോഫിറ്റ്. ദാറ്റ് ഹൗ എഫക്റ്റീവ്ലി യു ഡു ആൻഡ് ഹൗ എഫിഷ്യൻ്റ്ലി യു ഡു, ബോത്ത് മാറ്റേഴ്സ്. മാനേജ്മെന്റ് ഇസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, organizing, staffing, directing, and controlling people in organizations to effectively use resource to meet their organizational goals. This is called the functions of management. Do not forget, it's a process of planning. ഈ ഓർഡർ തന്നെ പോകണം. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, പിന്നെ ഉള്ള കൺട്രോളിങ്. ഓക്കെ, നെക്സ്റ്റ്, ആസ് ഐ വാസ് ടെല്ലിങ് യു, യു ആർ ഹാവിംഗ് your different functions of management. Planning, you plan what all are the different activities you require, what are the different plans you require to achieve your goals. Second one being organizing, who should do what type of job, ആരാണ് റെസ്പോൺസിബിൾ ആയ ആള്, സ്കിൽഡ്, സെമി സ്കിൽഡ്, നോട്ട് സ്കിൽഡ് ആൾക്കാരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വർക്ക് അസൈൻ ചെയ്യുക. സ്റ്റാഫിംഗ്, ഇതനുസരിച്ചുള്ള ആൾക്കാർ നമ്മൾ റിക്രൂട്ട്മെന്റ് എടുക്കുക. സ്റ്റാഫിംഗ് ഇസ് നോട്ട് പ്യൂർലി റിക്രൂട്ട്മെന്റ്, ബട്ട് റിക്രൂട്ട്മെന്റ് ഇസ് വൺ പാർട്ട് ഓഫ് സ്റ്റാഫിംഗ്. നമുക്ക് കറക്റ്റായിട്ട് സ്റ്റാഫ് ഉണ്ടോ, നമ്മൾ ഓവർ സ്റ്റാഫ്ഡ് ആണോ അണ്ടർ സ്റ്റാഫ്ഡ് ആണോ, അതായത് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് ചെയ്യാൻ അത്യാവശ്യം ആൾക്കാരുണ്ടോ, അത്യാവശ്യം ആൾക്കാരില്ലെങ്കിൽ നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യും. ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആൾക്കാരെ അലോട്ട് ചെയ്ത് വേണമെങ്കിൽ ബാക്കി ആൾക്കാരെ വേണമെങ്കിൽ പിരിച്ചുവിടാം. ദെൻ ഡയറക്റ്റിംഗ് ഇൻവോൾവ്സ് വാട്ട്, ഡയറക്റ്റിംഗ് ഇൻവോൾവ്സ് ഹൗ യു പ്ലാൻ യുവർ പ്രോജക്റ്റ്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു ഇവരെ, നമ്മുടെ എംപ്ലോയീസിനെ തന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നു. വി അണ്ടർസ്റ്റാൻഡ് ദേ ഫേസ് ഈച്ച് ടൈപ്പ് ഓഫ് ചലഞ്ചസ്. യു ഗോ ടു ദം, യു സപ്പോർട്ട് ദം ഇമോഷണലി, യു ഗിവ് ദം proper inspiration and motivation so that you help them to achieve their goals and organizational goals. Coming to last part, controlling means you see if there is any defect. അവർ ഉണ്ടാക്കുന്ന സാധനത്തിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി എലമെന്റ് നമ്മൾ ചെക്ക് ചെയ്യും. ബിക്കോസ് വി ആർ ട്രൈങ് ഫോർ 100% ഡിഫക്ട് ഫ്രീ പ്രോഡക്ട്സ്. നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് സർവീസ് കൊടുത്താലും 100% ഡിഫക്ട് ഫ്രീ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദാറ്റ് വിൽ അഫക്ട് ദ കസ്റ്റമർ, റൈറ്റ്? ദീസ് ആർ ദ 5 functions of management. So next you have what is called as different levels of management. Mainly നമുക്ക് 3 ലെവൽസ് ആണ് ഉള്ളത്, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. ടോപ്പ് ലെവൽ ആൾക്കാർ എന്താണ്, ദേ ആർ ഇൻ ചാർജ് ഓഫ് സ്ട്രാറ്റജിക് ഡിസിഷൻസ്. അവർക്ക് എൻറ്റയർ ടോപ്പ് മാനേജ്മെന്റ് ഡിസിഷൻസ് അവരാണ് എടുക്കുന്നത്, ആൻഡ് ദേ കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ടു ദ ബോട്ടം ലെവൽ ത്രൂ ദ ഹെൽപ്പ് ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെന്റ്. അവർ കുറച്ചുകൂടെ സ്ട്രാറ്റജിക് ഡിസിഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾക്ക് ഒരു ബ്രാഞ്ച് തുടങ്ങണം, പുതിയൊരു ബ്രാഞ്ച് ഓഫീസ് തുടങ്ങണം, ഒരു പുതിയ ലൊക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യണം ബിസിനസ്. സോ ദേ ആർ ദ വൺസ് ഹു ടേക്ക് ഇൻ ചാർജ് ഓഫ് ഓൾ സച്ച് business which are for long term purpose. Next one being middle level management. They are acting as a managers for their lower level managers, as well as they communicate the ideas given by the top level management to the lower level management. They act as a supervisor for lower level management. Now coming to the last one, lower level management
അവർ കുറച്ചുകൂടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്താനുള്ള ആൾക്കാരാണ് നമ്മൾ ലോവർ ലെവലിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓപ്പറേഷണൽ ലെവൽ. ദേ ആർ ഇൻ ചാർജ് ഡയറക്ട്ലി ഓഫ് ഡെയിലി വർക്കേഴ്സിൻ്റെ ആക്ടിവിറ്റീസ്, എത്ര പ്രോഡക്ട്സ് ഡെലിവർ ചെയ്യാൻ പറ്റുന്നു, ഡിഫക്ട് ഫ്രീ ആണോ, ടൈമിനാണോ ഡെലിവറി, അവരാണ് ഡയറക്ട്ലി ഇൻ ചാർജ് വർക്കേഴ്സിന് ഇൻവോൾവ് ആയിരിക്കുന്ന ആൾക്കാർ, ലോവർ ലെവൽ മാനേജ്മെന്റ്. Talking about various management skills, Robert Kahns has identified 3 types of skills that are required for a management process. You need technical skills, you need human or interpersonal skills, and third one, you need conceptual skills. ടെക്നിക്കൽ സ്കിൽസ് എന്താ നമ്മൾ പറയുന്നത്? ടെക്നിക്കൽ നോ ഹൗ, ഒരു സാധനങ്ങൾ എങ്ങനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ചലഞ്ച് വരുമ്പോൾ ഇസ് ദർ എനി ബെറ്റർ വേ ഓഫ് ഡൂയിങ് തിങ്സ്, ഇതാണ് നമ്മൾ ടെക്നിക്കൽ സ്കിൽസ് വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഡിസൈൻ മാറ്റം വരുത്തിയാൽ നമുക്ക് ലാഭം വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചലഞ്ച് വരുമ്പോഴാണ് ആണെന്നല്ലേ നമ്മളൊരു പുതിയൊരു ഇന്നോവേറ്റീവ് ഐഡിയ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം പ്യുവർ ടെക്നിക്കൽ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സ്കില്ലാണ് നമുക്ക് വേണ്ടിയത്. ഫസ്റ്റ് വൺ ടെക്നിക്കൽ നോ ഹൗ ആണ് വേണ്ടിയത്. സെക്കൻഡ് ബീങ് human or interpersonal skills, right? You cannot treat a person as a machine. അത് പണ്ടത്തെ കാലത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലായിരുന്നു അങ്ങനെ. ബട്ട് നൗ യു നീഡ് പ്രോപ്പർ ഇൻട്രാക്ഷൻ വിത്ത് യുവർ സുപ്പീരിയേഴ്സ്, വിത്ത് യുവർ പിയേഴ്സ്, വിത്ത് യുവർ സബോർഡിനേറ്റ്സ്, വിത്ത് യുവർ ജൂനിയേഴ്സ്, വിത്ത് യുവർ സപ്ലയേഴ്സ്, ആസ് വെൽ as വിത്ത് യുവർ സീനിയർ മാനേജ്മെന്റ്, റൈറ്റ്? നമ്മൾ എല്ലാവരും, പിന്നെ ലോ ആയിട്ടിരിക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ ടീമിൽ ഇരിക്കുന്ന ആൾക്കാർ, ഇഫ് യു ഹാവ് ദ കറക്റ്റ് ability to motivate them, you should support them, motivate them in any other way. The third one being conceptual skills. This is more related with abstract thinking, out of the box thinking വേണം. നമ്മൾ ഒരു കറക്റ്റ് ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോഴും പോലും ഒരു ചലഞ്ചിങ് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ദാറ്റ് ഇസ് ദ പ്ലേസ് വെർ യു നീഡ് ടു എസ്റ്റാബ്ലിഷ് യുവർ ക്രിയേറ്റീവ് തിങ്കിങ് സ്കിൽസ്. യു നീഡ് ടു ബി എ ഗുഡ് പ്രോബ്ലം സോൾവർ. സോ ദീസ് ആർ 3 മെയിൻ സ്കിൽസ് റിക്വയർഡ് മാനേജർ. ഇനി നമ്മൾ കാണാൻ പോകുന്ന മിൻസ്ബർഗ് മാനേജർ റോൾസ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് 10 മാനേജറിയൽ ഹാറ്റ്സ്. ദിസ് ഇസ് ഡെവലപ്ഡ് ബൈ മിൻസ്ബർഗ്. മാനേജറൽ റോൾസ് എന്നാണോ അല്ലെങ്കിൽ 10 മാനേജറൽ ഹാറ്റ്സ് എന്ന് കാണാം. നമുക്ക് 3 കാറ്റഗറി ഉണ്ട്: ഇന്റർപേഴ്സണൽ റോൾ, ഇൻഫർമേഷണൽ റോൾ ആൻഡ് ഡിസിഷൻ റോൾ. വിൽ സീ ഈച്ച് റോൾ വൺ ബൈ വൺ. ഫസ്റ്റ് വൺ ബീങ് ഇന്റർപേഴ്സണൽ റോൾ. ദിസ് ഇസ് ഹൗ യു ഇന്ററാക്ട് വെൽ. നേരത്തെ പറഞ്ഞില്ല, ഹൗ വെൽ യു കമ്മ്യൂണിക്കേറ്റ്, യു മെയിൻറ്റെയിൻ എ റിലേഷൻഷിപ്പ് വിത്ത് യുവർ എംപ്ലോയീസ്, വിത്ത് യുവർ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമുക്ക് ഇതിൽ തന്നെ 3 ടൈപ്പ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ബീങ് കോൾഡ് ഫിഗർ ഹെഡ്. ഫിഗർ ഹെഡ് എന്ന് പറയുമ്പോൾ എന്തുവാ? യു സെർവ് ആസ് എ മെയിൻ പേഴ്സൺ. അത് എന്ത് സംഭവിച്ചാലും ശരി, യു സെർവ് ആസ് എ പേഴ്സൺ ഹൂ ഇസ് റെസ്പോൺസിബിൾ. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരാളാണ്. എന്ത് വന്നാലും നിങ്ങളുടെ അടുത്ത് ആ പെർമിഷൻ ചോദിക്കേണ്ടത്. യു സെർവ് ആസ് എ മെയിൻ ഫിഗർ ഹെഡ് ഫോർ ദ എൻറ്റയർ പ്രോജക്ട്, ഫോർ ദ എൻറ്റയർ പ്രോസസ്. യു ആർ റെപ്രസെൻറ്റേറ്റീവ്, യു ആർ പാർട്ട് ഓഫ് യുവർ കമ്പനി. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിൻ്റെ ഒരു കമ്പനി റൺ ചെയ്യുന്ന പ്രോജക്റ്റ്, ആ ആൾ തന്നെയായിരിക്കും ആ പ്രോജക്റ്റ് ഹെഡ് ആയിരിക്കും ആ ഒരു പ്രോജക്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കുന്നത്. സെക്കൻഡ് വൺ ബീങ് എ ലീഡർ. he is responsible for each and everything what happens in his department ആവാം, in his respective project ആവാം. അവരാണ് ചെക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും റോഡ് ബ്ലോക്സ് ഉണ്ടോ, എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടോ, എന്തെങ്കിലും ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ ഹൗ ടു ഓവർകം ദ ബാരിയേഴ്സ്. If one of your employees is in a bad state, how to support them, either emotionally, you either support that staff or you motivate that staff. Third one being liaison role. Role എന്ന് പറയുമ്പം you act as a middle person between your internal and external stakeholders. അവർ തമ്മിലുള്ള ഇൻഫർമേഷൻ നിങ്ങളാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്, റൈറ്റ്? ഒരിക്കലും സീനിയർ ആൾക്കാർ ജൂനിയർ ലൈൻ സ്റ്റാഫിനോട് വന്ന് സംസാരിക്കുന്ന കുറവായിരിക്കും. സോ they act as a middle management person ആയിട്ടാണ് ലൈസൺ റോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. they maintain a relationship between internal and external stakeholders so that അവർക്ക് കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോകുന്നു, പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ മിഡിൽ മാനേജേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ലൈസൺ റോൾ. സോ ദിസ് ഈസ് എ ഫസ്റ്റ് വൺ, ഇന്റർപേഴ്സണൽ. സെക്കൻഡ് വൺ ബീങ് ഇൻഫർമേഷണൽ റോൾ. അവർക്ക് സർട്ടൺ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ അവർക്ക് കിട്ടും, എന്നിട്ട് അവർ അത് ഡെലിവർ ചെയ്യാൻ അവരെ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. കാണുന്ന എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ഡെലിവർ ചെയ്യാൻ അതിനുള്ള അതോറിറ്റി ഇല്ല. സോ ആസ് എ അതോറിറ്റേറ്റീവ് പേഴ്സൺ, ദിസ് പേഴ്സൺ പ്ലേസ് എൻ ഇൻഫർമേഷണൽ റോൾ. ഫസ്റ്റ് വൺ ബീങ് മോണിറ്റർ റോൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. വാട്ട് ആർ ദ പോസിബിൾ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ യു ക്യാൻ ഗെറ്റ്, ആൻഡ് ബേസ്ഡ് ഓൺ വിച്ച് യു സോൾവ് യുവർ ചലഞ്ചിങ് സിറ്റുവേഷൻ. അത് ചിലപ്പം നമ്മളൊരു വീക്ക്നെസ് ആവും, നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആവും.
ആ കിട്ടുന്ന ഇൻഫർമേഷൻ കിട്ടിയിട്ട് നമ്മൾ വിൽ ഗ്യാദർ ഓൾ റെലവൻറ്റ് ഫാക്ട്സ് ആൻഡ് ഡേറ്റ ആൻഡ് ദെൻ വി സോൾവ് എ പ്രോബ്ലം. Next one being called disseminator. Disseminator എന്ന് പറഞ്ഞാൽ എന്താ? You get information from your internal and external sources and convey it to appropriate individuals. ഇത് ചിലപ്പം verbal or oral format ആവാം. നമ്മൾ കറക്റ്റ് ഫാക്ച്വൽ ഇൻഫർമേഷൻ ആയിരിക്കും പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ യുവർ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ദേ കമ്മ്യൂണിക്കേറ്റ്, ഓക്കെ ഇനി തൊട്ട് ഒരു പ്രൊമോഷൻ കാണും, അല്ലെങ്കിൽ ഒരു ഹൈക്ക് കാണും, അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് കാണും. സോ യു ടേക്ക് ദാറ്റ് റോൾ ആൻഡ് യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് ആൻഡ് എവറി എംപ്ലോയി. ദാറ്റ് ക്യാൻ ബി ഐദർ വയ മെയിൽ, മോസ്റ്റ്ലി ഇറ്റ് ഇസ് വയ മെയിൽ. യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓൾ യുവർ എംപ്ലോയീസ് ദാറ്റ് about the information which is being taken. So that is a true and exact information, right? So that is from an internal source and from a top level management. ഇതാകുമ്പം നമുക്ക് കുറച്ചുകൂടെ കൺട്രോൾ കയ്യിൽ കിട്ടും. 6th one being called spokesperson. This person talks അവരുടെ കമ്പനിയുടെ ഇന്റേണൽ ഒരു കാര്യം വിത്ത് ദി എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഇൻ എ ക്രിട്ടിക്കൽ സിനാരിയോ. സേ ഫോർ എക്സാമ്പിൾ, ഐ തിങ്ക് ഇൻ ദ ക്ലാസ് ഐ ഗേവ് യു ആൻ എക്സാമ്പിൾ ഓഫ് ഫയർ. ഒരു ഫയർ ഇൻസിഡന്റ് നടക്കുന്നു. ഓക്കെ, ഫയർ ഇൻസിഡന്റ് നടന്നിട്ട് ആ കമ്പനിയുടെ ബന്ധപ്പെട്ട ഒരാൾ മീഡിയയുടെ കൂടെ എല്ലാവരോടും പബ്ലിക്കിൽ വന്ന് സംസാരിക്കും. ഓക്കെ, ഇതായിരിക്കും ഇതിൻ്റെ കാരണം, ഇതാണ് അവസാനം നടന്നത്, എവറിത്തിങ് ഇസ് അണ്ടർ ഇൻ കൺട്രോൾ, എത്ര കാഷ്വാലിറ്റീസ് വല്ലതും ആർക്കെങ്കിലും അപകടം വല്ലതും പറ്റിയോ, എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ, നഷ്ടം വന്ന് എത്ര രൂപയുടെ നഷ്ടം വന്നു, ഇങ്ങനത്തെ ഒരു റോളാണ് സ്പോക്സ് പേഴ്സൺ നമ്മൾ ഉദ്ദേശിക്കുന്നത്. The spokesperson represents a company and he or she communicates to the outside world based on the corporate policies, performance or other relevant information to an external parties. And crisis situation ആയി ഒരു ഫയറിന്റെ സിറ്റുവേഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. സേ എക്സാമ്പിൾ യു ആർ ഹാവിംഗ് എ പോളിസി ചേഞ്ച് ഓർ യു ആർ ടെർമിനേറ്റിംഗ് സോ മെനി പീപ്പിൾ, ലേ ഓഫിന് വേണ്ടിയിട്ട്. സോ യു ടെൽ ദ റീസൺ വൈ യു ആർ ഡൂയിങ് ഇറ്റ്, വാട്ട് ഇസ് അഡ്വാൻറ്റേജ് ഓഫ് ഡൂയിങ് ഇറ്റ്. ആൻഡ് തേർഡ് വൺ ബീങ് കോൾഡ് ഡിസിഷണൽ റോൾസ്. ഡിസിഷൻ റൂൾസ് എന്ന് വെച്ചാൽ ഇവർക്ക് കറക്റ്റ് അതോറിറ്റിയേ ഉള്ളൂ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് എന്ത് ഡിസിഷൻ എടുക്കണമെന്ന്. പല ടൈപ്പ് റോൾ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ആൻ ഓണ്ടർപ്രണർ. യെസ്, ഹിയർ യു ഡെവലപ്പ് ന്യൂ ഐഡിയാസ്. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ പുതിയ റിസ്ക് എടുക്കുന്നു, ഓരോ ഐഡിയാസ് അത് ഇന്നോവേറ്റീവ് ആവും, ഇമിറ്റേറ്റീവ് ആരും. സോ മാക്സിമം ഇറ്റ് വിൽ ബി എ ജനറേറ്റിംഗ് ഓഫ് ന്യൂ ഐഡിയാസ്. നെക്സ്റ്റ് വൺ ബീങ് കോൾഡ് ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ. ഈ ആള് ദിസ് ടൈപ്പ് ഓഫ് ആൻ മാനേജർ when he or she faces a challenging situation, ഒരു പർട്ടിക്കുലർ ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു റോഡ് ബ്ലോക്ക് സിറ്റുവേഷൻ വരുമ്പം they come into charge and they see effective ways how to solve this problem. അതായത് ഒരു സൊല്യൂഷനാണ് അവർ പെട്ടെന്നൊരു ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ് സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആവാം, ചിലപ്പോൾ സപ്ലയറിന്റെ ഷോർട്ടേജ് ആവാം, ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റ് സപ്ലയർ സപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. സോ ദർ ഇസ് എ റോഡ് ബ്ലോക്ക്, റൈറ്റ്? യു കനോട്ട്, നമുക്ക് പ്രൊഡക്ഷൻ പ്രോസസ് നിന്ന് പോകും, കറക്റ്റ് സമയത്ത് കൺസ്യൂമേഴ്സിന് അടുത്ത് സാധനം എത്തിക്കാൻ പറ്റത്തില്ല. സോ ദേ ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദേ പ്ലാൻ ഓഫ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ദേ ടേക്ക് ഐദർ the help of a new supplier or new vendor. Ninth one called resource allocator. Resource allocator manager controls and authorizes the use of organizational resource. അവരുടെ പല ടൈപ്പ് റിസോഴ്സ് കാണും, ഫിനാൻഷ്യൽ കാണും, നോൺ ഫിനാൻഷ്യൽ സച്ച് ആസ് യുവർ മെറ്റീരിയൽസ്, യുവർ മാൻ പവർ, ഇതെല്ലാം കാണും. ഇത് ബേസിൽ ദേ ടേക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് ദേ അസൈൻ കറക്റ്റ് വർക്ക് ഫോർ ദ കറക്റ്റ് പേഴ്സൺ. ഇന്ന ആൾ ഇന്ന പണി കറക്റ്റ് ഇന്ന പ്രോജക്റ്റിന് അസൈൻഡ് ആയിരിക്കുന്നു, അല്ല അത് ചെയ്യണം. They take the correct role of a resource allocator. So what does the benefit mean? So they can balance the load of that such person. They take the stock of items, they know what all are the different type of items they are shortage of or what they are surplus in, and they take corrective steps. 10th one being called negotiator. Negotiation എവിടെയാ വരുന്നത്? രണ്ട് പേര് തമ്മിൽ ഒരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, റൈറ്റ്? അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട് സിറ്റുവേഷൻ വരുമ്പം രണ്ട് പാർട്ടീസിന്റെ കൂടെ നിൽക്കാൻ ഒരു ഡീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നെഗോസിയേഷൻ നടക്കുന്നത്. വി കണ്ടക്ട് ഇമ്പോർട്ടൻറ്റ് നെഗോസിയേഷൻ വിത്തിൻ എ ടീം, വിത്തിൻ എ ഡിപ്പാർട്ട്മെന്റ് ഓർ ആൻ ഓർഗനൈസേഷൻ. ഇതാണ് മാനേജറൽ ഹാറ്റ്സ് വരുന്നത്. മിൻസ്ബർഗ്സ് 10 മാനേജറൽ ഹാറ്റ്സ്. നൗ വി സീ ഇൻടു a very important topic called evolution of management. Evolution of management നമുക്ക് 3 അപ്രോച്ചസ് ഉണ്ട്, 3 ഡിഫറെൻറ്റ് ടൈം എറയിൽ നടന്നതാണ്. ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ക്ലാസിക്കൽ അപ്രോച്ച്. ക്ലാസിക്കൽ അപ്രോച്ചിൽ തന്നെ നമുക്ക് 3 തിയറീസ് ഉണ്ട്. വി ഹാവ് വാട്ട് ഇസ് കോൾഡ് സയൻറ്റിഫിക് മാനേജ്മെന്റ് തിയറി, വി ഹാവ് വാട്ട് ഇസ് കോൾഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി, ആൻഡ് തേർഡ് വൺ വി ഹാവ് bureaucratic management theory. This is your first approach, classical approach. Second approach called neoclassical approach. You have human relations and behavioral science theory. And a third one being called modern approach. Here you have what is called quantitative techniques, quantitative approach, systems theory, and contingency theory.
So the first one being classical approach. Classical approach ആണ് ആദ്യത്തെ oldest approach. This was during the 19th century and this was during the time of industrial revolution. Industrial revolution വന്നേക്കുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ അവർക്ക് പ്രൊഡക്ടിവിറ്റി കുറവായിരുന്നു. അപ്പോൾ എങ്ങും ഒരു സ്റ്റാൻഡേർഡ് പ്രോസസ്സ് അല്ലായിരുന്നു. പല ഫാക്ടറീസിൽ പല ഓർഗനൈസേഷനിൽ പല രീതികൾ ഓഫ് ഡിഫറെൻറ്റ് പ്രോസസ്സസ് ആയിരുന്നു പ്രൊഡക്ഷൻ്റെ പ്രോസസ്സ്. ഒന്നും സ്റ്റാൻഡേർഡൈസ് രീതി അല്ലായിരുന്നു. പിന്നെ അവരുടെ മെയിൻ എയിം എന്ന് വെച്ചാൽ കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, എൻഡ് ഓഫ് ദ ഡേ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. സോ here we see the emphasis is given more for machinery rather than men. അപ്പോൾ യൂസ് ഓഫ് മെഷീനറി സ്റ്റാൻഡേർഡ് ടെക്നിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നമ്മളുടെ പ്രോഫിറ്റ് കൂട്ടാൻ പറ്റും. ഓക്കെ, ഹിയർ ദേ ഡിഡ്ന്റ് ഫോക്കസ് മോർ ഓൺ എംപ്ലോയീസ്. എംപ്ലോയീസിന് എക്കണോമിക് ആൻഡ് ഫിസിക്കൽ നീഡ്സ് മാത്രം മതി. അവർക്ക് വേറെ സോഷ്യൽ നീഡ്സ് ഒന്നുമില്ല. ദേ ഡിഡ് നോട്ട് റിക്വയർ എനി സോർട്ട് ഓഫ് മോട്ടിവേഷൻ. ദാറ്റ് വാസ് നോട്ട് ബീങ് കൺസിഡേർഡ്. സോ this theory is considered finding the best way of workers to perform and manage their tasks. Classical management theory. Emphasis is given more for machines and their productivity rather than manpower. It also believes employees motivated by only financial economic incentives. നമുക്ക് 3 ടൈപ്സ് ഉണ്ട് ഇത് ക്ലാസിക് അപ്രോച്ചിനകത്ത്. ഫസ്റ്റ് വൺ യു ഹാവ് FW Taylor's scientific management theory. Then you have Henry Fayol's administrative theory and Max Weber's bureaucratic management theory. We'll see in the first one FW Taylorന്റെ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി. നിങ്ങൾ അങ്ങനെ പഠിച്ച ഓത്തറിന്റെ പേര് നിങ്ങൾ ഓർത്ത് വെക്കും. ഫസ്റ്റ് വൺ ക്ലാസിക്കൽ അപ്രോച്ച്. ക്ലാസിക്കൽ അപ്രോച്ചിലെ ആദ്യത്തെ തിയറി എന്ന് പറയുന്ന FW Taylorന്റെ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി. ഹി ഈസ് ഓൾസോ നോൺ ആസ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. എസ് എന്ന് ഓർത്ത് വെക്കുക. എസ്, what is his intention to solve problems scientifically or applying science to work. എസ്, പുള്ളി എന്താണ് പറയുന്നത്, ഓരോ സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഓരോ ഓർഗനൈസേഷനിലും ഓരോ ഫാക്ടറിയിലും ഓരോ ഡിഫറെൻറ്റ് വേസ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഉള്ളത്. ഒരു പെയിന്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാർ മാനുഫാക്ചർ ചെയ്യാനോ ഒന്നും ഒരു സ്റ്റാൻഡർഡൈസ് പ്രോസസ്സ് അല്ല. ഓരോ കമ്പനി ഓരോ തോന്നിയ രീതികൾക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണ്, സമയത്തിന് നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി കോസ്റ്റ് ഇൻവോൾവ് ആണ്. ഓക്കെ, ഒത്തിരി ലേബർ വർക്ക് ഉണ്ട്. സോ ഹിയർ ദേ വാണ്ടഡ് ടു യൂസ് സയന്റിഫിക് അപ്രോച്ച് ടു സോൾവ് ദിസ് പ്രോബ്ലം. അതുകൊണ്ട് പുള്ളിയുടെ സ്റ്റഡി, പുള്ളി എക്സ്പെരിമെന്റ് നടത്തി ഇപ്പം പുള്ളി മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഒന്ന്, ഒത്തിരി അനാവശ്യമായിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സ് ഉണ്ട്, അത് മിനിമൈസ് ചെയ്താൽ നന്നായിരിക്കും. രണ്ട്, ഒത്തിരി അൺനെസസറി മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഉണ്ട് ടു റിഡ്യൂസ് യുവർ മോഷൻസ്. തേർഡ് വൺ, ഓരോത്തിനും ഒരു സ്റ്റാൻഡേർഡ് ടൈം വെക്കണം. സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്താൽ ഡിറ്റർമൈൻ ചെയ്താൽ നല്ലതായിരിക്കും. ഫോർത്ത് വൺ, ഹ്യൂമൻ ബീങ്സ് ആഫ്റ്റർ ഓൾ ദേ ബിക്കം ടയർഡ് ആഫ്റ്റർ ഡൂയിങ് ദർ വർക്ക്, ഫറ്റീഗ് ആവും. അതുകൊണ്ട് അവർക്ക് പ്രോപ്പർ റെസ്റ്റ് കൊടുക്കണം. ഓക്കെ, his main intention was to improve the operational efficiency at shop floor level. S ഓർത്ത് വെക്കുക, scientific management theory, solve problem scientifically, shop floor level or job floor level. നമ്മുടെ വർക്കിംഗ് ഓർഗനൈസേഷൻ്റെ ജോബ് ഫ്ലോറോ ഷോപ്പ് ലെവലിൽ നമുക്ക് ഓപ്പറേഷൻ പ്രോസസ്സ് ഇൻക്രീസ് ബെറ്റർ ആക്കണം. സോ ബേസ്ഡ് ഓൺ വിച്ച് ഹി ഡെവലപ്പ് 4 വർക്ക് ടെക്നിക്സ്. ആദ്യത്തെ ഇറ്റ്സ് കോൾഡ് മെത്തേഡ് സ്റ്റഡി. സ്റ്റാൻഡർഡൈസ് മെത്തേഡ് ഉണ്ടാക്കണം ടു ഡു എ പെർട്ടിക്കുലർ ആക്ടിവിറ്റി. അതിപ്പോൾ കാർ മാനുഫാക്ചർ ആണെങ്കിൽ, പെയിന്റ് പ്രോസസ്സ് ആണെങ്കിൽ പോലും സ്റ്റാൻഡേർഡ് പ്രോസസ്സ് വെക്കണം. സെക്കൻഡ്, റിഡ്യൂസ് അൺനെസസറി മോഷൻ കണ്ടുപിടിക്കുക, സ്റ്റഡി ചെയ്യുക, എത്ര ആൾക്കാർ നടക്കുന്നത്. ഇപ്പം മെഷീൻസ് ഒത്തിരി ദൂരമാണോ, ഒരു മെഷീൻ എ ടു മെഷീൻ ബി, ആ ദൂരം കാൽക്കുലേറ്റ് ചെയ്തിട്ട് റെഡ്യൂസ് ദ അൺനെസസറി മൂവ്മെന്റ് ബിറ്റ്വീൻ മെഷീനറീസ്, എന്നാൽ ടൈം ലാഭിക്കാമല്ലോ. മൂന്നാമത്തെ, ടൈം സ്റ്റഡി. ഡിറ്റർമൈൻ ഒരു പർട്ടിക്കുലർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ടൈം വെച്ചിട്ട് അതനുസരിച്ച് നമുക്ക് മെഷർ ചെയ്ത് നോക്കാൻ പറ്റും എത്ര ആക്യുറേറ്റ് ആയിട്ടാണോ, ഒത്തിരി ഓവർ ടൈം എടുക്കുന്നുണ്ടോ ഒരു പർട്ടിക്കുലർ ഒരു ചെറിയ വർക്ക് ചെയ്യാൻ വേണ്ടി. അതാണ് ടൈം സ്റ്റഡി. ആൻഡ് ഫോർത്ത് വൺ ഇസ് കോൾഡ് ഫറ്റീഗ് സ്റ്റഡി. അതായത് ആൾക്കാരുടെ ബ്രേക്ക് കൊടുക്കുമ്പം യു മെഷർ how much time period to give them break and the frequency of break to be given, the duration and frequency to give them rest intervals. പിന്നെ he determined that these techniques would help to determine a fair day's work for a fair day's pay. ഫെയർ ഡേയ്സ് വർക്ക്, ന്യായമായിട്ടൊരു ദിവസത്തിന്റെ ജോലിയുടെ അനുസരിച്ച് അതിന് ന്യായമായിട്ടുള്ള ശമ്പളം അവർക്ക് കിട്ടും. ബോത്ത് ബെനിഫിഷ്യൽ ടു എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ്. ഓക്കെ, he introduced differential piece rate system. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം വേറൊന്നുമല്ല, അവരൊരു മാനുഫാക്ചറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ യൂണിറ്റിനാണ് പീസ് റേറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ചില എംപ്ലോയീസ് ഒത്തിരി പ്രൊഡ്യൂസ് ചെയ്യും, ചില എംപ്ലോയീസ് വളരെ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ, ഒരു ഫിക്സഡ് ഒരു അവർ ഒരു ഡേയിനനുസരിച്ച്. അപ്പോൾ ഒത്തിരി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഡിഫറൻസ് വരുത്തണ്ടേ ബിറ്റ്വീൻ ദ പേയ്മെന്റ് സിസ്റ്റം. സേ ഫോർ എക്സാമ്പിൾ എംപ്ലോയി എ പ്രൊഡ്യൂസ് 100 യൂണിറ്റ്സ് ഓഫ് the item and employee B produced only 70 items. അപ്പോൾ 100 പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കല്ലേ നമ്മൾ കൂടുതൽ പേയ്മെന്റ് കൊടുക്കണം. അതാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഹി ഇൻട്രൊഡ്യൂസ് ദാറ്റ് ടു പേയിങ് വേജസ് ടു വർക്കേഴ്സ്. ഓക്കെ, ദിസ് ഇസ് ദ മെയിൻ things he has brought. Apart from this, he formulated that financial incentives കൊടുത്ത ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്.
രണ്ടാമത്തെ, സെലക്ഷൻ ഓഫ് വർക്കേഴ്സ് ഷുഡ് ബി വിത്തൗട്ട് എനി ബയസ്, വിത്തൗട്ട് എനി നെപ്പോട്ടിസം. പ്രോപ്പർ റിക്രൂട്ട്മെന്റ് പ്രോസസ്, പ്രോപ്പർ സയന്റിഫിക് മെത്തേഡ് ഓഫ് പ്രോസസ് വേണം. ദെൻ പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം. യു ഷുഡ് സ്റ്റാൻഡർഡൈസ് യുവർ വർക്ക്, മെഷീനറി, ലേബർ ആൻഡ് ഔട്ട്പുട്ട്. ഓരോ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ. നെക്സ്റ്റ്, മെന്റൽ റെവല്യൂഷൻ പറയുന്ന വേറെ ഒന്നുമല്ല, ദർ ഷുഡ് ബി എ ഗുഡ് കോപ്പറേഷൻ ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ്. ലാസ്റ്റ് വൺ, ഡിവൈഡ് ഓൾ വർക്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഈക്വലി ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് വെച്ചാൽ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി, FW ടൈലറിന്റെ കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു. വിൽ സീ ഇൻ ടു നെക്സ്റ്റ് ഹെൻറി ഫയവലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി. Henry Fayol's administrative management theory, he is also called as father of general management. നേരത്തെ പഠിച്ച FW ടൈലർ എന്തായിരുന്നു? ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി. സയന്റിഫിക് എന്ന് വാക്ക് വെക്കുമ്പോൾ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്, ദാറ്റ് ഇസ് മോഡേൺ, അങ്ങനെയൊന്നുമല്ല, ആദ്യത്തെ തന്നെയാണ്, ക്ലാസിക്കലകത്ത് തന്നെയാണ്. FW ടൈലർ എന്ന് പറയുമ്പോൾ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി. ഹെൻറി ഫയൽ ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ്. ഹെൻറി ഫയൽ എന്ത് ചെയ്തു? പുള്ളി ഈ ബിസിനസ് പ്രോബ്ലം സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ഒരു ബുക്ക് എഴുതി. ബുക്കിന്റെ പേരാണ് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. ഈ ബുക്ക് പുള്ളി എഴുതി, ബേസ്ഡ് ഓൺ വിച്ച് ഹി ഡെവലപ്പ് 5 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് 14 പ്രിൻസിപ്പിൾസ്. ഇത്രയും ഐഡന്റിഫൈ ചെയ്തായിരുന്നു. 14 പ്രിൻസിപ്പിൾസ് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ഡിവിഷൻ ഓഫ് വർക്ക്. ഓരോ വർക്ക്, വലിയ ഔട്ട്പുട്ട്, വലിയൊരു വർക്ക് നമുക്ക് ഡിവൈഡ് ചെയ്ത് ഈക്വൽ ആയിട്ട് കൊടുത്താൽ വി ക്യാൻ ഗെറ്റ് ഇറ്റ് ഡൺ ഈസിലി. സെക്കൻഡ് വൺ കോൾഡ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓരോ വർക്ക്, ഓരോ മാനേജർ ഷുഡ് ബി authoritative, should be taken, given authoritative position to take work and assign responsibility for both to get the work done by the worker. And third one, ensure proper discipline should be there, illengi punishment vekkuva. Fourth one, unity of command. എല്ലാവർക്കും, എല്ലാ എംപ്ലോയീസിന് ഒരു ഡയറക്റ്റ് റിപ്പോർട്ടിംഗ് സൂപ്പർവൈസർ ഉണ്ടായാൽ മതി. ഓക്കെ, all employees should report to only one supervisor under them. ഈ റിപ്പോർട്ട് ചെയ്യുന്ന അണ്ടറിൽ ഒരു ടീമെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഈ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡയറക്ടർ, ഒരു സൂപ്പർവൈസർ ഉണ്ടല്ലോ, അവർക്ക് ഒരു ടീമിന് ഓരോ പ്ലാൻ ഉണ്ടാവണം. ഒരേ പ്ലാൻ മാത്രം ഒരു എൻറ്റയർ ടീം ഫോളോ ചെയ്യണം. അതിൻ്റെ വേറെ ഡീവിയേഷൻ ഉണ്ടാവാൻ പാടില്ല. സിക്സ്ത് വൺ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ഒരു നോർമൽ ഒരു വർക്കിംഗ് മനുഷ്യൻ്റെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എന്തുമായിരിക്കും? ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ആയിരിക്കുമല്ലോ നോക്കുന്നത്, സാലറി കിട്ടണം, വീട്ടിൽ പോകണം. അതല്ലാതെ പകരം you should give emphasis for your general interest. General interest എന്താണ്? കമ്പനി നന്നാവണം, കമ്പനി വളരണം, പ്രോഡക്റ്റ് നന്നായിരിക്കണം, ഡിഫക്റ്റ് ഫ്രീ ആവണം, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. ഇതാണ് നമ്മൾ ജനറൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്. സോ ജനറൽ ഇൻട്രസ്റ്റ് ഷുഡ് ബി kept given more preference when compared with individual interest. നെക്സ്റ്റ് വൺ, ഫെയർ റെമ്യൂണറേഷൻ. അത് ഫിനാൻഷ്യൽ ആവാം, നോൺ ഫിനാൻഷ്യൽ സാലറി, വേജസ് ഒക്കെ ആവാം. പ്രോപ്പർ റെമ്യൂണറേഷൻ മസ്റ്റ് ബി ഗിവൺ, ഫെയർ റെമ്യൂണറേഷൻ. നെക്സ്റ്റ്, സെൻട്രലൈസേഷൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടല്ലോ, ഡിസിഷൻ മേക്കിംഗ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് പിന്നെ എംപ്ലോയീസും കൂടി ഒരു ബാലൻസ് വേണം. അല്ലെ എപ്പോഴും ടോപ്പ് ലെവൽ മാനേജ്മെന്റ് മാത്രം ഡിസിഷൻ എടുത്താൽ ഇറ്റ് മൈറ്റ് നോട്ട് ബി അപ്രോപ്രിയേറ്റ്. സോ യു ഷുഡ് ഗിവ് സ്പേസ് ഫോർ എംപ്ലോയീസ് ഓൾസോ ടു മേക്ക് ഡിസിഷൻസ്. ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. Ninth one being called line of authority or scalar chain. Proper hierarchy process വേണം. How the top management communicates to the lower level of management. Flat structure ആവാം, line and staff ആവാം, പല സ്ട്രക്ചേഴ്സ് നമ്മൾ ഇനി പഠിക്കും. It can be different ways. There should be a proper scalar chain. Next, there should be proper law and order, regulations to be maintained. And when in your workplace, facility must be totally clean. 11th one being called equity. എല്ലാവർക്കും ഒരു ഫെയർ ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കണം. That is according with social justice. 12th one, stability of tenure of personnel. You should ensure personnel spelling markella. You should ensure that you maximum retain your employees. നമ്മൾ HR ആയിട്ട് നമ്മൾ എന്താ നോക്കുന്നത്? ആൾക്കാർ ഒത്തിരി പോയാൽ എന്താ പ്രശ്നം? വീണ്ടും പുതിയ ആളെ എടുക്കണം, റിക്രൂട്ട് ചെയ്യണം, പഠിപ്പിക്കണം. അതിലും നല്ല ഉള്ള ആൾക്കാർ മാക്സിമം നമ്മൾ റീറ്റെയിൻ ചെയ്യാൻ നോക്കുക. 13th one, manager should have initiative skills. And 14th one is called Esprit de Corps. വേറെ ഒന്നുമല്ല, it is promoting team spirit. Team spirit and unity must be promoted in all organizations. ഇനി ഇതാണ് 14 പ്രിൻസിപ്പിൾസ്. പുള്ളിയുടെ അടുത്ത കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ 5 ഫങ്ഷൻസ് ഓഫ് എ മാനേജർ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് ഇല്ല, കമാൻഡിങ്. കേട്ടോ, അത് നോക്കണം. പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഈ 5 ഫങ്ഷൻസ് ആണ് ഒരു മാനേജറിന് വേണ്ടിയത്. And the third one, let's see, it is called Max Weber's bureaucratic management theory. Max Weber's bureaucratic management theory. ഇത് പറയുന്നത് എന്തുവാണ്? മാക്സ് വെബർ ബിലീവ് ദാറ്റ് പുള്ളി കണ്ട കാര്യം എന്ന് വെച്ചാൽ കുറെ ജോലികൾ നമ്മൾ ഒരാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് കണ്ട അനുസരിച്ചാണ് ഒരാൾക്ക് ജോലി കൊടുക്കുന്നത്. ഇറ്റ് ഇസ് പ്യൂർലി ബേസ്ഡ് ഓൺ നെപ്പോട്ടിസം, പ്യൂർലി ബയാസ്ഡ് ആണ്. പക്ഷെ അങ്ങനെ ജോലി ഒരാൾക്ക് കൊടുത്താൽ വലിയ ഗുണമുണ്ടോ? പുള്ളി കണ്ടുപിടിച്ച മാർഗം എന്ന് വെച്ചാൽ അങ്ങനത്തെ ആൾക്കാർക്ക് ലോയൽറ്റി കാണത്തില്ല. ദേ വുഡ് മിസ്യൂസ് ദാറ്റ് റിലേഷൻഷിപ്പ് ദേ കീപ് വിത്ത് ദെയർ അതർ പേഴ്സൺ.
So based on which he specified that job should be given based on proper interview process. നമ്മൾ നേരത്തെ പഠിച്ച പോലെ പ്രോപ്പർ സ്കിൽസും ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം ഏറ്റവും കോമ്പറ്റന്റ് ആയിട്ട് ഒരാൾക്ക് മാത്രം ജോലി കൊടുക്കാവൂ, അല്ലാതെ നെപ്പോട്ടിസം പാടില്ല. പുള്ളി 6 characteristics ഐഡന്റിഫൈ ചെയ്ത് ഫസ്റ്റ് വൺ ദേ ഷുഡ് ബി പ്രോപ്പർ ലെവൽ മാനേജ്, പ്രോപ്പർ ഹൈറാർക്കി സ്കെയിലർ ചെയിൻ നമ്മൾ പറയത്തില്ല, അതാണ് ഹൈറാർക്കിക്കൽ മാനേജ്മെന്റ് സ്ട്രക്ചർ. ദർ മസ്റ്റ് ബി പ്രോപ്പർ ലെവൽസ് ഓഫ് കൺട്രോൾ സ്പെസിഫൈഡ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്തൊക്കെ കൺട്രോൾസ് എടുക്കാൻ പറ്റും, മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്തൊക്കെ അതോറിറ്റി ഉണ്ട്, നെക്സ്റ്റ് തേർഡ് വൺ ലോവർ ലെവൽ മാനേജ്മെന്റ് എന്തൊക്കെ അതോറിറ്റി ഉണ്ട്, പ്രോപ്പർലി ഡിഫൈൻഡ് ആയിരിക്കണം. സെക്കൻഡ് വൺ ഇസ് കോൾഡ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ എൽസ് ഡിവിഷൻ ഓഫ് ലേബർ. ടാസ്ക് സ്പെഷ്യലൈസേഷൻ പറയുന്ന വേറൊന്നുമല്ല, ഓരോ സർട്ടൺ ടാസ്ക് ഇപ്പം if it is a technical staff, it must be given to a technical person. ഓക്കെ, ടാസ്ക് ആ ഒരു പർട്ടിക്കുലർ വർക്ക് സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരായിരിക്കും. ഇപ്പം നല്ലൊരു ഡ്രൈവിംഗ് അറിയുന്ന ആൾക്ക് ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കണം, അല്ലാതെ പ്രിന്റിങ്ങിന്റെ പണി കൊടുക്കില്ല. നല്ലൊരു ടെക്നിക്കലി പ്രിന്റിംഗ് പറ്റി അറിയുന്ന ഒരാൾക്ക് പ്രിന്റിങ്ങിന്റെ പ്രോസസ്സ് കൊടുക്കണം, വർക്ക് കൊടുക്കണം. തേർഡ് വൺ കോൾഡ് ഫോമൽ സെലക്ഷൻ പ്രോസസ്. നേരത്തെ പറഞ്ഞ പോലെ വിത്തൗട്ട് എനി നെപ്പോട്ടിസം, വിത്തൗട്ട് എനി ബയസ്, പ്രോപ്പറായിട്ട് സ്കിൽസും ആ ഒരു പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യു ഷുഡ് ഹയർ ദാറ്റ് പേഴ്സൺ. Next one, fourth one called impersonality. You mean that there is no preferential treatment, favoritism ഒന്നുമില്ല. Fifth one being called formal rules and regulations should be followed. And sixth one is career orientation. അതായത് നിങ്ങൾ ഒരാളെ സെലക്ട് ചെയ്യുന്നു, പ്രൊമോഷൻ കൊടുക്കുന്നു, ഇറ്റ് ഇസ് പ്യൂർലി ബേസ്ഡ് ഓൺ their qualification and skills, not on any other personal relationships. ഓക്കെ, നമ്മൾ ഇത്രയും ക്ലാസിക്കലി പഠിച്ചു. ഇനി നമ്മൾ സെക്കൻഡ് വൺ ഇസ് കോൾഡ് നിയോ ക്ലാസിക്കൽ. നിയോ ക്ലാസിക്കൽ അപ്രോച്ച് പറയുന്നത് എന്തുവാണ്? ഇത്രയും നേരം നമ്മൾ എന്താ പഠിച്ചത്? ഫോക്കസ് വാസ് ഗിവൺ ഓൺ എംഫസിസ് വാസ് ഗിവൺ ടു മെഷീൻസ്. പക്ഷെ നിയോ ക്ലാസിക്കൽ നമ്മൾ പഠിക്കുന്ന എന്തുവാ? എംഫസിസ് ഇസ് ഗിവൺ, ഗ്രേറ്റർ എംഫസിസ് ഇസ് ഗിവൺ ടു ദ മാൻ ബിഹൈൻഡ് ദ മെഷീൻ. അതായത് ടു മാൻ മോർ ദാൻ മെഷീൻ. അതായത് ദേ ബിലീവ്ഡ് പീപ്പിൾ ആർ നോർമൽ പീപ്പിൾ, ദേ ആർ ഹ്യൂമൻ ബീങ്സ്, ദേ ഹാവ് ദെയർ ഓൺ നീഡ്സ്, സോഷ്യൽ നീഡ്സ് ഉണ്ട്, ദേ ഗെറ്റ് മോട്ടിവേറ്റഡ്, ദേ ഷുഡ് ഗെറ്റ് മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ വേണം, കോച്ചിങ് വേണം, ട്രെയിനിങ് വേണം. ഇങ്ങനത്തെ പല എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താലേ കാര്യമുള്ളൂ. ദിസ് ഇസ് കോൾഡ് നിയോ ക്ലാസിക്കൽ തിയറി. നിയോ ക്ലാസിക്കൽ തിയറി തന്നെ നമുക്ക് രണ്ട് അപ്രോച്ചസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ആൻഡ് സെക്കൻഡ് വൺ ഇസ് കോൾഡ് ബിഹേവിയറൽ അപ്രോച്ച്, ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്. ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് നമുക്ക് ആദ്യം കാണാം. ദിസ് ഇസ് ഡെവലപ്ഡ് ബൈ എൽട്ടൺ മയോസ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. ഹി ഡെവലപ്പ്, ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ഹോത്രോൺ എക്സ്പെരിമെന്റ്. ഇതിന് വേറെ പേരാണ്, നോട്ട് ചെയ്യണേ. എൽട്ടൺ മയോയുടെ ഹോത്രോൺ എക്സ്പെരിമെന്റ് ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. ഇത് എൽട്ടൺ മയോ ഡെവലപ്പ് ചെയ്തു. ഹീസ് കോൾഡ് ആസ് ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. ഓക്കെ, പുള്ളി 4 എക്സ്പെരിമെന്റ് നടത്തി. ഇത് ഹ്യൂമന്റെ ബിഹേവിയർ പഠിക്കാൻ വേണ്ടിയിട്ട് എംഫസിസ് പറയുന്ന പ്രോസസ്സാണ്. 4 എക്സ്പെരിമെന്റ് നടത്തി. ആദ്യത്തെ പറയുന്ന വെച്ചാൽ ഇലൂമിനേഷൻ എക്സ്പെരിമെന്റ്. ഇലൂമിനേഷൻ എക്സ്പെരിമെന്റ് നോക്കിയെന്ന് വെച്ചാൽ ഇഫ് ദർ ഇസ് എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വർക്ക് ഔട്ട്പുട്ട് ആൻഡ് ഇലൂമിനേഷൻ ഇൻ എ റൂം. ഒരു റൂമിനകത്ത് ലൈറ്റിന്റെ പെർഫോമൻസും വർക്ക് ഔട്ട്പുട്ട് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ലോജിക്കലി നമ്മൾ നോക്കുമ്പോൾ എന്തായിരിക്കും? ഓക്കെ, ചിലപ്പോൾ ഒരു ബന്ധം കാണും. ലൈറ്റ് കൂടുമ്പം പെർഫോമൻസ് കൂടും, ലൈറ്റ് കുറയുമ്പോൾ പെർഫോമൻസ് കുറയും. പക്ഷേ ഇവിടെ പുള്ളി അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ട് കണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല. ഒരു റൂമിനകത്ത് കുറച്ച് ആൾക്കാർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും അങ്ങനെ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം കണ്ടില്ല. ഹി ഡെവലപ്പ് ദാറ്റ് ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വർക്ക് ഔട്ട്പുട്ട് ആൻഡ് ലൈറ്റ് പെർഫോമൻസ്, ഇലൂമിനേഷൻ. ഇതാണ് ഇലൂമിനേഷൻ എക്സ്പെരിമെൻസ് പുള്ളി കണ്ടെത്തിയത്. സെക്കൻഡ് വൺ ഇസ് കോൾഡ് റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെന്റ്. റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെന്റ് പറയുന്നത് വെച്ചാൽ ആൾക്കാർക്ക് നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ബ്രേക്ക് അവേഴ്സ്, ഫ്രീ ടൈം കൂട്ടിയാൽ ഇസ് ദർ എനി ഡിഫറൻസ് വിത്ത് വർക്ക് പെർഫോമൻസ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ഒരു 6 ഗേൾസിനെ ഒരു റൂമിനകത്ത് ഇട്ടു. ടോട്ടൽ ഇൻഫോർമൽ പ്രോസസ് ആയിരുന്നു. അവർക്ക് ദേ ഹാഡ് ദെയർ ഓൺ ഫ്രീഡം. ഇഷ്ടം പോലെ ലഞ്ച് ബ്രേക്ക് എടുക്കുക, റെസ്റ്റ് എടുക്കുക, ഫ്രീ ആയിട്ട് ഇരിക്കുക. പക്ഷേ അത് പ്രൊഡക്ടിവിറ്റിയും നോക്കിയായിരുന്നു. പ്രൊഡക്ടിവിറ്റി വെച്ച് നോക്കിയപ്പം പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഇല്ല. അവർക്ക് ഒത്തിരി ഫ്രീ ടൈം കൊടുത്താലും സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് വർക്ക് ഓർഗനൈസേഷൻ പറയുന്ന ആക്ച്വൽ വർക്ക് അവേഴ്സും ടൈം ബ്രേക്ക് കൊടുത്താലും ദർ വാസ് നോ ഡിഫറൻസ്. അതാണ് റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെന്റ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് തേർഡ് വൺ ഇസ് കോൾഡ് മാസ് ഇന്റർവ്യൂ പ്രോഗ്രാം. മാസ് ഇന്റർവ്യൂ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ദേ വാണ്ടഡ് ടു സ്റ്റഡി എംപ്ലോയീസ് ആറ്റിറ്റ്യൂഡ് വിത്ത് ദ കറന്റ് വർക്ക് സിറ്റുവേഷൻ. ഇത് പെർഫോമൻസ് അല്ല നോക്കുന്നത്, ഇത് എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡ് ആണ് നോക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ കറന്റ് വർക്ക് സിറ്റുവേഷൻ. അപ്പോൾ ഇതൊരു പ്രോപ്പർ ഫീഡ്ബാക്ക് പ്രോസസ് ആണ്. അപ്പോൾ സൂപ്പർവൈസേഴ്സ് ഡയറക്ട്ലി ഫീഡ്ബാക്ക് ആദ്യം എടുക്കാൻ പോയപ്പോൾ ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഒരു റൂമിൽ വിളിച്ച് വരുത്തിയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അത് വേറൊന്നുമല്ല, പീപ്പിൾ വെർ അൺവില്ലിംഗ് ടു സേ. കാരണം എന്താണ്, ഡയറക്ട്ലി ആളുടെ സൂപ്പർവൈസറിന്റെ മുമ്പിൽ എങ്ങനെ കുറ്റം പറയാൻ പറ്റും?
ഇറ്റ് ക്യാൻ ബി ദ ഫീഡ്ബാക്ക് അബൌട്ട് ദ സൂപ്പർവൈസർ. പിന്നെ അവരെന്ത് ചെയ്തു, ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സൂപ്പർവൈസറിനെ മാറ്റി, എന്നിട്ട് ഫേസ് ടു ഫേസ് 1-to-1 ബേസിസിൽ ഇപ്പോൾ ചോദിച്ചപ്പം ദേ ഗോട്ട് ദ റിലവൻറ്റ് ആൻസേഴ്സ് ഡയറക്റ്റ്. അപ്പോൾ യൂസിങ് ദിസ് ഇൻഡയറക്റ്റ് വേ ദേ കുഡ് ഫൈൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ഫാക്ടേഴ്സ് അറ്റ് വർക്ക് ഇൻ ദറ്റ് വർക്ക് എൻവയൺമെൻറ്റ്. ഇതാണ് മാസ് ഇൻ്റർവ്യൂ പ്രോഗ്രാം. ഫോർത്ത് വൺ ഇസ് കോൾഡ് ബാങ്ക് വയറിംഗ് ടെസ്റ്റ് റൂം എക്സ്പെരിമെൻറ്റ്. ഈ പേര് ഇച്ചിരി കൂടുതലാ, എക്സ്പെരിമെൻറ്റ് സിമ്പിളാണ്, പറഞ്ഞുതരാം. ദ കണ്ടക്റ്റഡ് എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ദ ഔട്ട്പുട്ട്, അതായത് ഇൻഡിവിജ്വൽ പെർഫോമൻസും പിന്നെ ഗ്രൂപ്പ് പെർഫോമൻസും അവർ പറയുന്ന രീതിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ബേസിസിൽ കിട്ടും, പേയ്മെൻറ്റ് ഒത്തിരി കിട്ടുമെന്ന് ഒരു കണ്ടീഷൻ വെച്ചു. സോ ദേ കോൾഡ് ഇൻ 14 മെയിൽ വർക്കേഴ്സ്. ഈ കാര്യം പറഞ്ഞു, പേ വിൽ ബി ബേസ്ഡ് ഓൺ ദിയർ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആൻഡ് ഗ്രൂപ്പ് പെർഫോമൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ഓർക്കുന്നത്, റിസർച്ചേഴ്സ് അവർ തന്നെ എന്താ ഓർത്തുന്നത് വെച്ചാൽ ഒത്തിരി വർക്ക് ചെയ്യുന്ന ആൾക്ക് ഒത്തിരി സാലറി കൊടുക്കും, ഒത്തിരി ഇൻസെൻറ്റീവ് കൊടുക്കും, ഗ്രൂപ്പ് ഒത്തിരി കിട്ടിയാൽ ആ ടാർഗറ്റ് കിട്ടും. പക്ഷെ ഇതിന് പകരം ആൾക്കാർ എന്ത് ചെയ്തു, അവരവരുടെ റിലേഷൻഷിപ്പ് ഓർത്തിട്ട് അവർക്ക് തന്നെ അറിയാം ഹൂ ആർ ലോ പെർഫോമേഴ്സ് ആൻഡ് ഹൈ പെർഫോമേഴ്സ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഹൈ പെർഫോമേഴ്സ് അത്ര അച്ചീവ് ചെയ്തില്ല, സോ ദാറ്റ് ലോ പെർഫോമേഴ്സ് കുറച്ചുകൂടെ അച്ചീവ് ചെയ്യാൻ പറ്റി. പറഞ്ഞ മനസ്സിലായോ? ദേ വെയിറ്റഡ് ഫോർ ദ ലോ പെർഫോമേഴ്സ്. ഫോർ എക്സാമ്പിൾ 5 മണിക്കൂർ ചെയ്യേണ്ട പണി അവർ 10 മണിക്കൂർ വെച്ച് ചെയ്തു. സോ ദാറ്റ് ഹൈ പെർഫോമേഴ്സ് കുറച്ച് വെയിറ്റ് ചെയ്തു, ലോ പെർഫോമേഴ്സിന് നല്ലപോലെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ്, ഓപ്പർച്യൂണിറ്റി കൊടുത്തു. സോ ദാറ്റ് ദേ ഫിയർഡ് പണിഷ്മെൻറ്റ്. അവരോർത്ത് ഈ ആൾക്കാർക്ക് പണിഷ്മെൻറ്റ് കിട്ടും, അത് ഓർത്തിട്ട് അവർ സ്ലോ ചെയ്തിട്ട്, അത് കാരണം എന്താണ്, അവർക്ക് സ്ഥിരം കിട്ടുന്ന ഒരു ഗ്രൂപ്പ് പെർഫോമൻസ് ഉണ്ടല്ലോ, അതിവിടെ കിട്ടിയില്ല. പക്ഷെ ചെയ്തോന്ന് വെച്ചാൽ ചെയ്തു, അവർ അച്ചീവ് ചെയ്തിട്ടില്ല. ഗ്രൂപ്പ് പെർഫോമൻസ് അവരുടെ സ്റ്റാൻഡേർഡ് ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു ദിവസം ഇത്ര മണിക്കൂറുള്ളിൽ അച്ചീവ് ചെയ്തെന്ന് അത് അച്ചീവ് ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാവർക്കും സേഫ് ആയിരുന്നു. ഗ്രൂപ്പ് പെർഫോമൻസ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും അവർക്ക് സേഫ് ആണ്. അപ്പോൾ അതനുസരിച്ച് ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഇസ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ് പ്ലേ എ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ വർക്കിംഗ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഇതാണ് നമ്മുടെ എൽട്ടൺ മയോയുടെ എക്സ്പെരിമെന്റ്. അടുത്തെന്ന് വെച്ചാൽ ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്. ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് സ്റ്റഡീസ് ഓൺ ടോപ്പിക്സ് സച്ച് ആസ് സൈക്കോളജി, സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ഹ്യൂമൻ വർക്ക് പ്ലേസ് ബിഹേവിയർ. 3 ടെക്നിക്സ് ഉണ്ട്. എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി നീഡ്സ്, സെക്കൻഡ് വൺ ഇസ് കോൾഡ് ഡുവൽ ഫാക്ടർ തിയറി ഓർ 2 ഫാക്ടർ തിയറി ഓർ മോട്ടിവേഷണൽ ഓർ ഹൈജീൻ തിയറി. മൂന്നാമത്തെ ഇസ് കോൾഡ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. ഫസ്റ്റ് വൺ വിൽ സീ ഇൻറ്റു എബ്രഹാം മാസ്ലോസ് തിയറി. എബ്രഹാം മാസ്ലോസ് പറയുന്നത് എന്താണ്, ഒരു നോർമൽ ഒരു മനുഷ്യന് ഡിഫറെൻറ്റ് നീഡ്സ് ഉണ്ട്, അതൊരു ഡിഫറെൻറ്റ് ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിലാണ് പോകേണ്ടത്. ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ഫിസിയോളജിക്കൽ നീഡ്സ്, സെക്കൻഡ് വൺ സേഫ്റ്റി നീഡ്സ്, തേർഡ് വൺ സോഷ്യൽ നീഡ്സ്, നെക്സ്റ്റ് യു ഹാവ് യുവർ എസ്റ്റീം, സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഈ 5 നീഡ്സ് ആണ് ഒരു മനുഷ്യൻ നോർമൽ ഈ ഓർഡറിൽ തന്നെ പോകണം. യു ഡു നോട്ട് ചേഞ്ച് ദ ഓർഡർ. ഫസ്റ്റ് വൺ ഇസ് ഫിസിയോളജിക്കൽ നീഡ്സ്, ദാറ്റ് ഇസ് എ ബേസിക് ഫുഡ്, സേഫ്റ്റി, ഫുഡ്, വാട്ടർ ആൻഡ് ഷെൽട്ടർ. Your safety needs becoming like safety from the environment, you should be financially safe, all your security needs. Next, third one being social needs, how well you keep your relationship with each other, how do you maintain your relationship, your status with each other. And the fourth one being called self esteem. നിങ്ങൾ എന്തോ അച്ചീവ് ചെയ്തു, നിങ്ങൾ ഇത്ര ഇനി അച്ചീവ് ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് എത്തുമല്ലോ, ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് സെൽഫ് എസ്റ്റീം. യു ഗെറ്റ് എ ഫ്രീഡം, പവർ, യു ഗെറ്റ് സം സോർട്ട് ഓഫ് എ സെൽഫ് റെസ്പെക്ട് ആൻഡ് കോൺഫിഡൻസ് ദാറ്റ് യു ഹാവ് അച്ചീവ്ഡ്. ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ബീങ് കോൾഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അതായത് ഇനി നിങ്ങൾക്ക് കിട്ടി, സെൽഫ് കണ്ടന്റ്മെന്റ് ആണ്, നിങ്ങൾ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്, യു ആർ ടോട്ടലി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് യു ഹാവ് അച്ചീവ്ഡ്, യു ഹാവ് നോ ലോങ്ങർ ഡിസയേഴ്സ് ആൻഡ് നീഡ്സ്, യു ആർ ഓൾറെഡി യു ഹാവ് ഗോട്ട്, നിങ്ങൾക്ക് കിട്ടിയ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ നമുക്ക് ഇത്രയും സർട്ടൺ സെറ്റ്സ്, ഫിസിയോളജിക്കൽ, സേഫ്റ്റി, പിന്നെ സോഷ്യലും എസ്റ്റീം പറയുന്നതാണ് ഡെഫിഷ്യൻസി നീഡ്സ്. അതായത് മോട്ടിവേഷൻ ഡിക്രീസസ് ആസ് ദിസ് നീഡ്സ് ആർ മെറ്റ്. പക്ഷേ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് വെച്ചാൽ മോട്ടിവേഷൻ ഇൻക്രീസസ് ആസ് എ നീഡ്സ് ആണ്. ഇതിന് പറയുന്നത് ഗ്രോത്ത് നീഡ്സ്, ഇത് പറയുന്നത് ഡെഫിഷ്യൻസി നീഡ്സ് ആണ്. ഡെഫിഷ്യൻസി നീഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഫിസിയോളജിക്കൽ, സെക്യൂരിറ്റി, സോഷ്യൽ, എസ്റ്റീം നീഡ്സ് ഡ്യൂ ടു ഡിപ്രിവേഷൻ ആണ്. അത് ലോ ലെവൽ ഓഫ് നീഡ്സ്, ഇത് അച്ചീവ് ചെയ്യണം, ഇത് ഇത്രയും സാറ്റിസ്ഫൈ ചെയ്യണം എന്നാലേ കാര്യമുള്ളൂ. ഇതാണ് ബേസിക് ഒരു മനുഷ്യന് കിട്ടേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് ഗ്രോത്ത് നീഡ്സ് ആണ് വരുന്നത്. ഡെഫിഷ്യൻസി നീഡ്സ് എന്ന് വെച്ചാൽ ഇതില്ലാതെ വരുന്ന നീഡ്സ് ആണ് ഡെഫിഷ്യൻസി നീഡ്സ്. സെക്കൻഡ് വൺ ഇസ് കോൾഡ് ഗ്രോത്ത് നീഡ്സ്. ദിസ് ബ്രിങ്സ് ഫ്രം എ ഡിസയർ ടു ബിക്കം ബെറ്റർ ആൻഡ് ഗ്രോ ആസ് എ പേഴ്സൺ. അതായത് ലാസ്റ്റ് സ്റ്റേജ് എന്താണ്, സെൽഫ് contentment, right? Self actualization stage, that you have achieved all your desires and all your goals of life. അപ്പോൾ ഈ ഓർഡറിലാണ് നമുക്ക് പോകേണ്ടത്. your deficiency needs being called physiological, safety, social needs and esteem, and then you have last your self actualization, else called as your growth needs. ഇത്രയും നീഡ്സ് ആണ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്.
Your next one is called motivation or hygiene theory. It's also called as two-factor. It is also called as dual factor theory. This was developed by Frederick Hertzberg. In the പേര് മറന്ന പോലെ ഫെഡറിക് ഹേൺസ്ബർഗിന്റെ ടു ഫാക്ടർ തിയറി, ഡുവൽ ഫാക്ടർ തിയറി, അല്ലെങ്കിൽ കോൾഡ് ആസ് മോട്ടിവേഷണൽ ഹൈജീൻ തിയറി. ഈ തിയറി എന്താണ് പറയുന്നത്? രണ്ട് സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട് ടു ഗവൺ what gives you job satisfaction, what causes dissatisfaction. Okay, two set of factors under what causes job satisfaction, what causes job dissatisfaction. ഇതിന് പറയുന്നതാണ് നമുക്ക് എക്സ്ട്രിൻസിക്കും ഇൻട്രിൻസിക്കും അല്ലാതെ പറയുന്ന ഹൈജീനും മോട്ടിവേഷൻ ഫാക്ടേഴ്സും. ഓക്കെ, ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് നമ്മൾ പറയുന്നത് വെച്ചാൽ സാറ്റിസ്ഫയേഴ്സ് എന്നൊരു വേറെ പേരുണ്ട്. ഓക്കെ, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ടു സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട് വിച്ച് കോസസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വിച്ച് കോസസ് ജോബ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ. എന്ത് കാരണം ജോലി ഇഷ്ടപ്പെടാതിരിക്കാം, എന്ത് കാരണം ജോലി ഒത്തിരി ഇഷ്ടപ്പെടുന്ന റീസൺ. അപ്പോൾ അതിൽ ഒരു ഫാക്ടറാണ് ഇറ്റ്സ് കോൾഡ് ആസ് ഇൻട്രിൻസിക് മോട്ടിവേറ്റേഴ്സ്, ഓർ ഇറ്റ് ഇസ് കോൾഡ് ആസ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്, ഓർ ഇറ്റ് ഇസ് കോൾഡ് ആസ് സാറ്റിസ്ഫയേഴ്സ്. ഇത് പേര് വെച്ച് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഇതുണ്ടെങ്കിൽ the presence of satisfiers or the presence of motivational factors or the presence of intrinsic motivators, it increases motivation when they are present. അതുള്ളപ്പം it increases motivation. പക്ഷേ നമ്മുടെ രണ്ടാമത്തെ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, എക്സ്ട്രിൻസിക് മോട്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ ഹൈജീൻ ഫാക്ടേഴ്സ്, ഇതില്ലെങ്കിൽ മോട്ടിവേഷൻ കുറയും. പറഞ്ഞ മനസ്സിലായോ? ആദ്യത്തെ ഫാക്ടേഴ്സ് സാറ്റിസ്ഫയേഴ്സ്, മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മോട്ടിവേഷൻ കൂടും, മീൻസ് അതുണ്ടെങ്കിൽ നല്ലത്. പക്ഷേ എക്സ്ട്രിൻസിക് അല്ലെങ്കിൽ ഹൈജീൻ ഫാക്ടേഴ്സ് അതില്ലെങ്കിൽ മോട്ടിവേഷൻ അപ്പോഴേ കുറയും. വിൽ സി ആൻ എക്സാമ്പിൾ. എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാലറി, ചില ബെനിഫിറ്റ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനങ്ങളാണ്. പക്ഷെ അതില്ലെങ്കിൽ എന്ത് പറ്റും? നോർമലായിട്ട് ഒരാളുടെ സാലറി ഇല്ലെങ്കിൽ ആൾ സാറ്റിസ്ഫൈഡ് ആവോ? ഇല്ല. അപ്പോൾ അതിനാണ് നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ മോട്ടിവേഷൻ കുറയും, രണ്ടാമത് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒരു ഗ്രോത്ത്, നല്ലൊരു വർക്ക് കൾച്ചർ, ചലഞ്ചിങ് വർക്ക് പ്ലേസ്, ഗ്രോത്ത് ഒക്കെ, കരിയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ എന്തുവാണ്? മോട്ടിവേഷൻ കൂടും. അതാണ് ഇൻട്രിൻസിക് മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡയഗ്രം ഉണ്ട്. യു ഹാവ് ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ. ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഇൻഫ്ലുവൻസ് ബൈ ഹൈജീൻ ഫാക്ടേഴ്സ്. നമ്മൾ സെക്കൻഡ് പറഞ്ഞ ഇതായിരുന്നു. നമ്മളുടെ എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ആണ് കേട്ടോ. ഹൈജീൻ ഫാക്ടേഴ്സ് ഇസ് കോൾഡ് ആസ് extrinsic motivators. It is also called as job dissatisfiers. ഇത് സാറ്റിസ്ഫയേഴ്സ് ആണെങ്കിൽ ഇവിടെ ജോബ് ഡിസാറ്റിസ്ഫയേഴ്സ് ഉണ്ട്. It can be caused due to working conditions, relationship policies, rules, supervisor quality ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ സാലറി, വേജസ്. ഇത്രയും സാധനങ്ങൾ വേണം. ഇത്രയും സാധനങ്ങൾ ഇല്ലെങ്കിൽ it will decrease the motivation level. Hence this will cause job dissatisfaction. Okay, next one. ജോബ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഇൻഫ്ലുവൻസ് ബൈ മോട്ടിവേറ്റഡ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സാറ്റിസ്ഫയേഴ്സ്. ഇപ്പുറത്ത് പറയുന്ന ഡിസാറ്റിസ്ഫയേഴ്സ് അല്ലെങ്കിൽ ഹൈജീൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ്. നമ്മൾ ജോബ് സാറ്റിസ്ഫയേഴ്സിന് അവിടെ പറയുന്നതാണ് എന്താ? സാറ്റിസ്ഫയേഴ്സ് ഉണ്ട്, മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, പിന്നെ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിൽ പറയുന്നത് എന്താണ്? ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ യു ഹാവ് എ കരിയർ ഗ്രോത്ത്, യുവർ ജോബ് ഇസ് മോർ റെസ്പോൺസിബിൾ, ചലഞ്ചിങ്, ഇഫ് ദർ ഇസ് എനി പ്ലേസ് ഓഫ് ഫ്യൂച്ചർ ഗ്രോത്ത്, യു അച്ചീവ് സംതിങ്. ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നല്ലത്, മോട്ടിവേഷൻ ഉണ്ട്. ഓക്കെ, ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ള മോട്ടിവേഷൻ ലെവൽ കൂടും. എന്നാൽ ഇത്രയും ഫാക്ടേഴ്സ്, ഈ പറയുന്ന ഹൈജീൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ, ഇത്രയും ഫാക്ടേഴ്സ് ആണ് മിനിമം റിക്വയർമെന്റ് ഒരു മനുഷ്യന്റെ, അതില്ലെങ്കിൽ ഇറ്റ് വിൽ കോസ് ഡിസാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് കോൾഡ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. ദിസ് വാസ് ഡെവലപ്ഡ് ബൈ ഡഗ്ലസ് മെക്ഗ്രിഗർ. തിയറി എക്സ്, തിയറി വൈ, ഇത് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയാം. ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ കോംപ്ലിക്കേറ്റഡ്, ഇറ്റ് ഇസ് ഈസിയസ്റ്റ്. തിയറി എക്സ് എന്ന് പറയുന്നത് എന്തുവാണ്? ദീസ് പീപ്പിൾ ആർ കൺസിഡർഡ് ടു ബി ദ മോസ്റ്റ് ലേസിയസ്റ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ. അവർക്ക് ജോലി ചെയ്യാൻ യാതൊരു താല്പര്യവുമില്ല, ആർക്കോ വേണ്ടി ജോലി ചെയ്യുന്നു, ഒരു കരിയർ ഗ്രോത്ത് ഉദ്ദേശിക്കാത്ത മനുഷ്യന്മാരാണ്. ഒരു നെഗറ്റീവ് പെസിമിസ്റ്റിക് വ്യൂ ആണ് ഉള്ളത്. ദ ടൈപ്പ് ഓഫ് പീപ്പിൾ ആൻഡ് ദ ടൈപ്പ് ഓഫ് മാനേജേഴ്സ് പറയുമ്പോൾ രണ്ടും പറയണം. ഓക്കെ, ദ ടൈപ്പ് ഓഫ് പീപ്പിളും ഉണ്ട്, എംപ്ലോയീസും അങ്ങനെയാണ്, അവരുടെ മാനേജേഴ്സും അങ്ങനെയാണ്. അപ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച് വേണം. ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച് പറയുന്നത് വേറൊന്നുമില്ല, യു ഹാവ് എ സ്റ്റിക്ക് വിത്ത് ദം ആൻഡ് ഇഫ് ദേ ആർ ഡു ദെയർ പെർഫോമൻസ് വെരി ഗുഡ്, യു റിവാർഡ് ദം വിത്ത് ക്യാരറ്റ് അല്ല, യു റിവാർഡ് ദം. നമ്മൾ അതിൻ്റെ പേരാണ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച് പറഞ്ഞാൽ. ഇല്ലെങ്കിൽ അടിക്കും. യു ഗിവ് ദം ഫുഡ്, ഇല്ലെങ്കിൽ നിങ്ങൾ അടിക്കും എന്ന് പറയുന്ന പോലെയാണ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച്. യു ഗിവ് ദം റിവാർഡ്, എൽസ് ദേ ആർ പണിഷ്ഡ്. ഓക്കെ, that is what is called carrot and stick approach.
ഈ തിയറി എക്സ് ടൈപ്പ് ആൾക്കാർ എന്താ നമ്മൾ പറഞ്ഞ, അവർ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ല, അവർക്ക് പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷൻ ലെവലും ഇല്ല, അവർക്ക് അവരുടെ ജോലി ഇഷ്ടമല്ല, ചെയ്യുന്ന വർക്കിന് ഒരു മീനിങ് ഇല്ല. സോ സച്ച് ടൈപ്പ് ഓഫ് പീപ്പിൾ എന്തുവാണ്, they dislike their work, they avoid any type of responsibility, then they always have to be monitored, supervised, എപ്പോഴും പണിഷ്മെന്റ് കൊടുത്തുകൊണ്ടിരുന്നാലേ വർക്ക് ചെയ്യത്തുള്ളൂ. പ്രത്യേകിച്ച് ഒരു അംബീഷൻ ഇല്ല, പ്രത്യേകിച്ച് ഒരു ഇൻസെൻറ്റീവ് ഇല്ല ടു ഡു ദിയർ വർക്ക്. ഓക്കെ, ദീസ് ആർ കോൾഡ് തിയറി എക്സ് പീപ്പിൾ. എക്സ് എന്ന് നെഗറ്റീവ് അങ്ങനെ ഓർത്താൽ മതി ആ ഡയഗ്രാം. അടുത്ത തിയറി വൈ. തിയറി വൈ എന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇങ്ങനത്തെ ടൈപ്പ് ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു മാനേജ്മെന്റ് ആവശ്യമില്ല, അവർക്ക് തന്നെ അവർ സെൽഫ് ഡ്രിവൺ ആണ്. ഓക്കെ, ദേ ആർ ഹാവിങ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, അവർ തന്നെ ഒപ്റ്റമിസ്റ്റിക് ആണ്. ദേ ലൈക്ക് ദ വർക്ക് ദേ ഡു, ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് 101%, നോട്ട് 100%, ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് മോർ, ദേ ആർ ഹാപ്പി ടു വർക്ക് മോർ. അവർ കൂടുതൽ എന്താണ്, ഡെഡിക്കേറ്റഡ് ആയിട്ട് ആൾക്കാരാണ്. തിയറി എക്സ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ്, നെഗറ്റീവ്, നോട്ട് ഡെഡിക്കേറ്റഡ്, ദേ ഡോണ്ട് ലൈക്ക് ദ വർക്ക്, അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരാണ്. ഇവർക്ക് പ്രത്യേകിച്ച് പണിഷ്മെന്റ് ഒരു ആവശ്യവും ഇല്ല. ദേ ആർ ഹാപ്പി ടു വർക്ക് ഓൺ ദിയർ ഓൺ ഇനിഷ്യേറ്റീവ്, they are involved in decision making, they take responsibilities, they are eager to take responsibilities, they are self motivated, they enjoy taking ownership of their work. Next, they seek responsibility, very little direction madi, they like challenging work, they solve problems creatively and imaginatively. So look at the difference. X എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കൂടുതൽ ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. Y എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇങ്ങനത്തെ ടൈപ്പ് മാനേജേഴ്സ് അല്ലെങ്കിൽ ഇന്നത്തെ ടൈപ്പ് വർക്കേഴ്സ് ഫുൾ ടൈം ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. യു ഹാവ് ദിസ് ഡയഗ്രാം, തിയറി എക്സ് ആൻഡ് തിയറി വൈ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദ മോഡേൺ അപ്രോച്ച്. മോഡേൺ അപ്രോച്ച് പറയുന്നത് എന്തുവാണ്, ഫസ്റ്റ് അപ്രോച്ച് എന്തായിരുന്നു, ക്ലാസിക്കൽ അപ്രോച്ച്. ക്ലാസിക്കൽ അപ്രോച്ച് വാസ് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു മെഷീനറി. സെക്കൻഡ് അപ്രോച്ച് വാസ് കോൾഡ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച്. നിയോ ക്ലാസിക്കൽ അപ്രോച്ച് വാസ് എംഫസിസ് ഗിവൺ ടു മാൻ. ഇവിടെ എന്തുവാണ് നമ്മൾ പറയുന്നത്, യൂസിങ് മോഡേൺ മാനേജ്മെന്റ് സച്ച് ആസ് സർട്ടൺ മാത്തമാറ്റിക്കൽ ടൂൾസ്. ഓക്കെ, എംപ്ലോയീസിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. മെഷീൻ മാത്രമല്ല, നമുക്ക് പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യാൻ പറ്റും. ഇൻ എ പെർട്ടിക്കുലർ വർക്ക് എൻവയൺമെന്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻസ് ബിഹേവിയറൽ, ഹ്യൂമൻസ് നേച്ചർ, ഹ്യൂമൻസ് ഇമോഷൻ ആൻഡ് നേച്ചർ. യൂസിങ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് നമുക്ക് മെഷർ ചെയ്ത് ചെക്ക് ചെയ്യാൻ പറ്റും, അവർ പെർഫോമൻസ് അച്ചീവ് ചെയ്യുന്നുണ്ടോ, പ്രൊഡക്ടിവിറ്റി അച്ചീവ് ചെയ്യുന്നുണ്ടോ. ഓക്കെ, here we have different techniques. First one is called quantitative approach, that is using different quantitative techniques, using different statistical techniques, wherein you understand, okay, inna aal itra work cheedo, etra samayathulla cheydeduthu. You measure each and every performance level of each and every employee, what all they do. This is all based on, this approach is based on each data and facts you gather. Okay, there is no feelings over here. നിങ്ങൾ അവന് നല്ലപോലെ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും എന്നൊരു ഗട്ട് ഫീലിംഗ് കാണത്തില്ല. റാദർ യു ടേക്ക് മെഷർമെന്റ്സ്, യു ഒബ്സർവ് ആൻഡ് സി എത്ര സമയം എടുക്കുന്നുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നിട്ട് യു ഡു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. സെക്കൻഡ് വൺ ഇസ് കോൾഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച്. സിസ്റ്റംസ് അപ്രോച്ച് ഇറ്റ് ഇസ് സെയിങ് ദാറ്റ് ഓർഗനൈസേഷൻ ഇസ് മെയ്ഡ് അബൌട്ട് എ കോംപ്ലെക്സ് സിസ്റ്റം. ഒരു വലിയ കോംപ്ലെക്സ് സിസ്റ്റം നമ്മൾ സബ് ഗോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത്, സബ് സിസ്റ്റംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫുള്ളായിട്ട് ഹൗ ദേ ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ ഓവറോൾ ചെക്ക് ചെയ്യും, റാദർ ദാൻ അനലൈസിങ് ദം സെപ്പറേറ്റ്ലി. We have a diagram, I'll show you. A balance must be maintained between each subsystem so as to ensure the growth of the system. ഇതാണ് നമ്മൾ ഡിഫറെൻറ്റ് സിസ്റ്റംസ്, സബ് സിസ്റ്റംസ് ഉള്ള. യു ഹാവ് യുവർ ഇൻപുട്ട് പ്രോസസ്, റൈറ്റ്. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഉണ്ട്. ഔട്ട്പുട്ട് വെറുതെ ഉണ്ടാകത്തില്ലല്ലോ. ഔട്ട്പുട്ട് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട റോ മെറ്റീരിയൽസ് വേണം, നിങ്ങൾക്ക് വേണ്ട ലേബർ വേണം, അതിനുള്ള വർക്ക് ഫോഴ്സ് വേണം, അതിനുള്ള ഫണ്ട് വേണം, ഫിനാൻസ് വേണം, ക്യാപിറ്റൽ വേണം. ദെൻ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് ദർ ആർ ഡിഫറെൻറ്റ് ഓപ്പറേഷൻ ആക്ടിവിറ്റീസ്, ദർ ആർ ഡിഫറെൻറ്റ് ലോജിക്കൽ ആക്ടിവിറ്റീസ്, ഇൻവെൻട്രി വേണം, പല കൺട്രോൾ ടെക്നിക്സ് വേണം, എന്നാലല്ലേ ഔട്ട്പുട്ടായി വരത്തുള്ളൂ. ഇതെല്ലാം ഗവൺ ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, യു ഹാവ് ഡിഫറെൻറ്റ് സബ് സിസ്റ്റംസ്. ഈച്ച് ഓഫ് ദി സബ് സിസ്റ്റം ഇൻഡിവിജ്വലി നമ്മൾ അനലൈസ് ചെയ്യില്ല, ഹൗ ദേ ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ നമ്മൾ അനലൈസ് ചെയ്യണം, പ്ലസ് ദിയർ ഓവറോൾ ഇൻട്രാക്ഷൻ നമ്മൾ അനലൈസ് ചെയ്യണം, ദിയർ ഓവറോൾ പ്രോസസ്സ്. അതാണ് നമ്മൾ പറയുന്നത്. You have different characteristics of an organization system. First one is called each subsystem. Each organization is made up of a combination of many subsystem units. They are interrelated. Second one is called holism. Holism പറയുന്നത് വെച്ചാൽ എന്തുവാ, തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഗ്രൂപ്പ് ഓഫ് സബ് യൂണിറ്റ്സ് മേക്ക് അപ്പ് ഇൻ ടു എ സിംഗിൾ സിസ്റ്റം. നേരത്തെ തന്നെ പറഞ്ഞല്ലേ, ഇൻപുട്ട് പ്രോസസ് ഉണ്ട്, യു ഹാവ് യുവർ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് ആൻഡ് ദെൻ യു ഹാവ് യുവർ ഔട്ട്പുട്ട്. ഇതെല്ലാം കൂടി ഒറ്റ സിംഗിൾ സിസ്റ്റം ആയിട്ട് എടുക്കണം. നെക്സ്റ്റ് വൺ, ദർ ഷുഡ് ബി എ സിനർജി, ഈക്വൽ എമൗണ്ട് ഓഫ് വർക്ക്. സിനർജി പറയുന്നത് എന്താ, യു അച്ചീവ് ത്രൂ എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 people, 2 or more people, യു അച്ചീവ് ഗ്രേറ്റർ എമൗണ്ട് ഓഫ് വർക്ക്. ടീം വർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. കളക്റ്റീവ് ഔട്ട്പുട്ട് ആണ് ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത്.
Here you have two types of system. It can be closed or it can be open system. Closed system എന്ന് വെച്ചാൽ എന്തുവാണ്, ഇങ്ങനത്തെ സബ് യൂണിറ്റ്സ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പം they do not interact with an external environment. അവർ തമ്മിൽ തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. Say for example, take a case of a place like Korea. If it is in Korea, definitely they have no connection with the outside world. അവർ ചെയ്യുന്ന വർക്ക്, അവർ ചെയ്യുന്ന പ്രോസസ്സ് അത് അവിടെ തന്നെ ആ സിസ്റ്റത്തിൽ തന്നെ എൻ്റർ ചെയ്യും. They have no relation with the external work. But the rest of the countries, they follow open system wherein each subunit interact with each other as well as the environment, such as with the government, with the different consumer suppliers, പുറത്തുള്ള ആൾക്കാർ വെച്ച് interact ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ഓർഗനൈസേഷൻ സെപ്പറേറ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആണ് സിസ്റ്റം ബൗണ്ടറി എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മൾ സിസ്റ്റം ബൗണ്ടറി. ഫസ്റ്റ് യു ഹാവ് യുവർ ഇൻപുട്സ് സച്ച് ആസ് റോ മെറ്റീരിയൽസ്, ക്യാപിറ്റൽ, യുവർ ഇൻഫർമേഷൻ, യുവർ എംപ്ലോയീസ്. നെക്സ്റ്റ് വൺ യു ഹാവ് യുവർ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്, നമ്മളുടെ വർക്ക് ആക്ടിവിറ്റീസ്, ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ്, പ്രൊഡക്ഷൻ പ്രോസസ്, ഇതൊക്കെയാണ് നമുക്കിവിടെ. ഇതെല്ലാം നമുക്ക് ഔട്ട്പുട്ടായി കിട്ടും. ഇറ്റ് ക്യാൻ ബി എ പ്രോഡക്റ്റ് ഓർ ഇറ്റ് ക്യാൻ ബി എ സർവീസ്. ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ കിട്ടിയ ഔട്ട്പുട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് ഉണ്ടോ, ഡാമേജ് ഉണ്ടോ, ഇസ് ദർ എനി ബെറ്റർ വേസ് ഓഫ് ഗെറ്റിംഗ് ദ വർക്ക് ഡൺ, ഹൗ കൻ യു ഇംപ്രൂവ് ദ പ്രോഡക്റ്റ്. ഓക്കെ, ദെൻ എൻവയൺമെന്റ് നമ്മൾ പറയുന്നത് വെച്ചാൽ നമുക്ക് ചില ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ആണ് നമുക്ക് പറയുന്നത് എന്തുവാണ്, നമ്മൾ കൺസ്യൂമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, ഗവൺമെന്റ്, സപ്ലയേഴ്സ്, ഇതൊക്കെയാണ് നമുക്ക് എൻവയൺമെന്റിൽ വരുന്നത്. And third approach is called situational theory or contingency theory. Situational theory or contingency theory പറയുന്നത് എന്തുവാണ്, there is no best approach to do a particular way. There is no single textbook rule for the best way to manage an organization. ആ സിറ്റുവേഷൻ അനുസരിച്ച്, ആ ക്രൈസിസ് സിറ്റുവേഷൻ ഓരോന്നും ഡിഫറെൻ്റ് ആയിരിക്കും. ആ സിറ്റുവേഷൻ അനുസരിച്ച് you should act accordingly. Managers should act accordingly. Okay. Next is called planning. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇസ് കോൾഡ് പ്ലാനിങ്. പ്ലാനിങ്ങിൽ തന്നെ നമ്മൾ എന്താണ്, യു ഡിസൈഡ് ഓൺ ദ കമ്പനീസ് മിഷൻ, വിഷൻ, ഹൗ ടു അച്ചീവ് ദ ഗോൾ ആൻഡ് ടാർഗറ്റ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ ആയത് കോൺസ് ആൻഡ് ഓർഡിനറിയുടെ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലാനിങ് ഇസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു ഇറ്റ് ആൻഡ് ഹൂ ഇസ് ടു ഡു ഇറ്റ്. ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ടു വേർ വി വാണ്ട് ടു ഗോ. ഇറ്റ് മേക്സ് തിങ് പോസിബിൾ ടു ഓക്കർ, otherwise which would not occur together. ഒരു പ്രോപ്പറായിട്ട് ഒരു പ്ലാനിങ് പ്രോസസ് ഇല്ലെങ്കിൽ എന്ത് പറ്റും, യു വുഡ് ലൂസ് യുവർ ടൈം, അൺവാണ്ടഡ് റിസോഴ്സ്, കോസ്റ്റ് ഇസ് നോട്ട് കൺട്രോൾഡ്, പല കാര്യങ്ങളും നഷ്ടമാണ്. പ്രോപ്പർ ഒരു പ്ലാനിങ് പ്രോസസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദിസ് ഗോൾ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. യു ഹാവ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാൻസ്. ഫസ്റ്റ് വൺ ഇസ് കണ്ടിൻജൻസി പ്ലാൻ. നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഇസ് ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ യു ടേക്ക്. Based on the situation, managers act accordingly. If it is an unknown situation, right? ഒരു ക്രൈസിസ് സിറ്റുവേഷൻ, സ്ഥിരം ഒരു ക്രൈസിസ് സിറ്റുവേഷൻ അല്ലല്ലോ വരുന്നത്, ഒരു അൺപ്ലാൻഡ് അല്ലെങ്കിൽ അൺറൂട്ടീൻ, നോൺ പ്രോഗ്രാംഡ് ഒരു സിറ്റുവേഷൻ വരുമ്പം ആണ് നമ്മൾ കണ്ടിൻജൻസി പ്ലാൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഓൺ ദ ബേസ് ഓഫ് ഹൈറാർക്കി, സ്ട്രാറ്റജിക് പ്ലാൻസ്, കോർപ്പറേറ്റ് പ്ലാൻസ് എവിടെ ഉപയോഗിക്കുന്നത്, ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ടാക്ടിക്കൽ പ്ലാൻസ് ഫോർ ദ മിഡിൽ ലെവൽ ആൻഡ് ഓപ്പറേഷണൽ പ്ലാൻസ്, നമ്മൾ ഡേ ടു ഡേ പ്ലാൻസ് വരുന്ന ലോ ലെവൽ മാനേജ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ടൈം ഫ്രെയിം, you have short-term plans and long-term plans. Short-term plans എന്താണ്, in the near 2 to 3 years. Okay, in the very near 2 to 3 years എത്ര നമുക്ക് നമ്മൾ ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യും, എത്ര നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നു. ലോങ് ടേം പ്ലാൻ എന്തുമായിരിക്കും, ലോങ് ടേം പ്ലാൻ ഇൻ ദ നെക്സ്റ്റ് 5 to 10 years നമുക്ക് ഇത്രയും ഗ്രോത്ത് വേണം, ഇത്രയും കൺട്രീസിൽ നമ്മുടെ ബ്രാഞ്ചസ്, നമ്മുടെ പ്രസൻസ് വേണം, ഇന്റർനാഷണലി പ്രസൻസ് വേണം. ഇതൊക്കെയാണ് ഒരു കമ്പനിയുടെ ലോങ് ടേം പ്ലാൻസ് വെക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് സ്പെസിഫിക്കിറ്റി, നമുക്കിവിടെ സ്പെസിഫിക് പ്ലാൻ ഉണ്ട്, ഫ്ലെക്സിബിൾ പ്ലാൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇഫ് ദർ ഇസ് എ പർട്ടിക്കുലർ സിനാരിയോ, ഓക്കെ, ഇഫ് ദർ ഇസ് എ ഫിക്സഡ് സിനാരിയോ, ഓക്കെ, ഇന്ന ഒരു ക്രൈസിസ് സിറ്റുവേഷൻ, സേ എക്സാമ്പിൾ ഒരു തീപിടുത്തം വരുമ്പം എന്തുവാ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു നോൺ സിറ്റുവേഷൻ വരുമ്പം എന്തുവാ ചെയ്യേണ്ടത്, ഇതാണ് സ്പെസിഫിക് പ്ലാൻ. അതായത് ഓൾറെഡി ദിസ് പ്ലാൻ ഇസ് റെഡി മെയ്ഡ് ഫോർ യു. ഈ പ്ലാൻ അനുസരിച്ച് മാത്രം കാര്യങ്ങൾ പോയാൽ മതി, വിച്ച് ഇസ് കമ്പാരിറ്റീവ്ലി ഈസി. മറ്റേ പറയുന്നത് എന്തുവാണ്, ഫ്ലെക്സിബിൾ പ്ലാൻ. ആ ഒരു സിറ്റുവേഷൻ വരുമ്പം പ്ലാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാറ്റും. ദർ ഇസ് നോ ഫിക്സഡ് പ്ലാൻ ബിക്കോസ് ദാറ്റ് സിറ്റുവേഷൻ ഇസ് നോട്ട് പ്രോഗ്രാം, ദാറ്റ് ഇസ് നോട്ട് റൂട്ടീൻ, ഇറ്റ്സ് നോട്ട് എ റെഗുലർ routine program. So you would change your plan accordingly with that situation. Next, on the basis of frequency of usage, you have single use plan and standing use plan. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് വെച്ചാൽ എന്താ, ആ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ് സിംഗിൾ യൂസ് പ്ലാൻ. യു കനോട്ട്, ഇറ്റ് ഈസ് നോട്ട് റെഡിമെയ്ഡ് ഓൾറെഡി, ബട്ട് യു യൂസ് ഇറ്റ് ഓൺലി ഫോർ വൺ സിംഗിൾ പർപ്പസ്.
സ്റ്റാൻഡിങ് യൂസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ആ ഒരു ഡെഫിനിറ്റ് പ്ലാൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പെസിഫിക് പ്ലാൻ പോലെ തന്നെ ഇങ്ങനത്തെ ഒരു എന്ത് സിറ്റുവേഷൻ വന്നാലും ഉപയോഗിക്കേണ്ട ഒരു പ്ലാനാണ് സ്റ്റാൻഡിങ് യൂസ് പ്ലാൻ. ഇറ്റ്സ് ഓൾറെഡി റെഡിമെയ്ഡ്. നെക്സ്റ്റ് യു ഹാവ് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് പ്രോസസ്. പ്ലാനിങ് പ്രോസസ്സിന് ആദ്യം നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ആദ്യം നമ്മൾ ആലോചിക്കുന്നത്. ഹൗ യു തിങ്ക്, what are the different type of opportunities you get. That's called perception of opportunities. Second one, you set what all are the objectives you want to get. You set your planning premises. ഇത് എവിടെയൊക്കെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്, how can you achieve it. Then you identify set of alternatives. ഈ ആദ്യം നിങ്ങൾ പ്ലാൻ ചെയ്ത് മാത്രം പോരാ, is there any other better option, any other optimum ways. After which you evaluate which is the most favorable situation out of this. റിസ്കി പ്ലാൻ ഏതാണ് ഉള്ളത്, എത്ര പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പ്ലാൻ ഏതാണ് ഉള്ളത്, ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിങ് ഏതാണ്. You think. After which you choose it, you formulate your plan and you implement your plan. Now you have 3 levels of strategy process. You have what is called corporate level, you have what is called business level, and third one you have functional or operational level. We'll see each one. Corporate level പറയുന്നത് വെച്ചാൽ എന്താണ്, ഏറ്റവും ടോപ്പ് പോസ്റ്റ് മാനേജ്മെന്റ് ആണ് കോർപ്പറേറ്റ് ലെവൽ പറയുന്നത്. ബിസിനസ് ലെവൽ പറയുന്നത് വെച്ചാൽ ഈ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്, അതായത് ഓരോ കമ്പനിക്ക് ഒരു മാർക്കറ്റിംഗ് ടീം കാണും, ഒരു ഫിനാൻസ് ടീം കാണും, ഒരു HR ടീം കാണും. അതിനകത്ത് വരുന്ന സബ്സെക്ഷൻ ആണ് ഈച്ച് ഫങ്ഷണൽ സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഈച്ച് റീജിയൻ. ഇപ്പോൾ ഓരോ റീജിയന് ഓരോ ഹെഡ്സ് കാണും. ഇതാണ് നമ്മൾ പറയുന്നത് ഫങ്ഷണൽ സ്ട്രാറ്റജി. യു ക്യാൻ സി corporate level strategy deals with top level management. They are trying this to achieve their mission and vision. അവരുടെ മിഷൻ ആൻഡ് വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂഷ്വലി 3 to 5 years ഉള്ള ഒരു ടൈം പീരീഡിലാണ് നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്. സെക്കൻഡ് വൺ ഇസ് കോൾഡ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി. ഈച്ച് പ്രോഡക്റ്റ് ആവാം. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഒരു മെയിൻ കമ്പനി, ആ കമ്പനിയുടെ പല പ്രോഡക്ട്സ് കാണാം. say for example if it is Jio or if it is Amazon, Amazon's prime services ഉണ്ട്, Amazon's normal website ഉണ്ട്, Amazon's stores ഉണ്ട്. So how can they achieve each goal? അല്ലെങ്കിൽ ഇപ്പം നിങ്ങളിപ്പം കാറിൻ്റെ എക്സാമ്പിൾ എടുക്കുന്നത്, മാരുതി ആണെങ്കിൽ മാരുതിക്ക് പല പ്രോഡക്ട്സ് ഉണ്ട്, പല കാർ ലൈൻ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഓരോ കാർ ലൈൻ സ്ട്രക്ചേഴ്സ് is attracting different type of customer segment, right? There would be cars which are below 7 lakhs, which is 7 lakhs, above 10 lakhs. ഓരോ കസ്റ്റമർ സെഗ്മെന്റ് ആണ്. ആ ഓരോ കസ്റ്റമർ സെക്ഷൻ്റെ തന്നെ ഇപ്പം ഡിസയറിൻ്റെ, ഇപ്പം ഓൾട്ടോ K10ൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ല ഒരു സെല്ലുറയുടെ ഉള്ളത്, അതല്ല ഒരു എർട്ടിഗയുടെ ഉള്ളത്. സോ ദിസ് വുഡ് ഡിഫർ. സോ ദേ വുഡ് ഹാവ് ഈച്ച് ഫങ്ഷണൽ യൂണിറ്റ്. ഇപ്പോൾ നമ്മൾ ബിസിനസ് യൂണിറ്റ് പറയുന്നത് എന്ത്, ഹൗ ക്യാൻ വി കോമ്പറ്റ് വിത്ത് അവർ കോമ്പറ്റീറ്റേഴ്സ്, ഒരു നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് യുവർ ഫങ്ഷൻ ലെവൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പം ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഓരോ മാർക്കറ്റിംഗ് ടീമുണ്ട്. യുവർ തേർഡ് വൺ ഫങ്ഷണൽ ടീം, മാർക്കറ്റിംഗ്, HR, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വിൽ ബി തിങ്കിങ് ഡിഫറെൻ്റ്ലി ഹൗ ടു മേക്ക്. ഇപ്പം 7 lakhsൻ്റെ ഇതിന് 7 lakhsന് അത്ര ഉള്ളൊരു ബഡ്ജറ്റ് അവർക്ക് കിട്ടുന്നുണ്ട്, കൺസ്യൂമേഴ്സിന് ഒരു ക്യാപിറ്റൽ കിട്ടുന്നു. ആ ക്യാപിറ്റൽ വെച്ചിട്ട് ഹൗ ക്യാൻ ദേ എഫിഷ്യൻ്റ്ലി യൂസ് ദിയർ പ്രൊഡക്ഷൻ പ്രോസസ്, ഓർ വാട്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ക്യാൻ ദേ യൂസ്. Next is called strategic planning. Strategic planning വേറെ ഒന്നുമല്ല, ഇറ്റ് ഇസ് ദ ആർട്ട് ഓഫ് ക്രിയേറ്റിംഗ് സ്പെസിഫിക് ബിസിനസ് സ്ട്രാറ്റജി. നമ്മൾ പ്ലാൻ ചെയ്യുന്ന അച്ചീവ് ചെയ്യാതിരിക്കാം, പക്ഷേ സ്ട്രാറ്റജിക് പ്ലാനിങ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കും. ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോർമൽ പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ്. It is the art of creating specific business strategies wherein you implement them and evaluate the result of executing the plan with regarding with the overall time period of the plan. നമ്മൾ കുറച്ചുകൂടെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾസ് ആണ് സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ്സിലുള്ള. ഫസ്റ്റ് വൺ, യു സെറ്റ് യുവർ മിഷൻ ആൻഡ് വിഷൻ ഒബ്ജക്റ്റീവ്സ്. മിഷൻ സെറ്റ് ചെയ്യും, വിഷൻ സെറ്റ് ചെയ്യും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആഫ്റ്റർ വിച്ച് യു ഡു ആൻ എൻവയറമെന്റൽ സ്കാനിങ്. എൻവയറമെന്റൽ സ്കാനിങ് കൺസിസ്റ്റ് ഓഫ് യു ഹാവ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. യു യൂസ് ഡിഫറെൻറ്റ് ടൂൾസ്. നമുക്ക് SWOT അനാലിസിസ് ഉണ്ട്, പോർട്ടേഴ്സ് 5 ഫോഴ്സസ് ഉണ്ട്. വി ഓൾസോ ഹാവ് എ പെസ്റ്റൽ അനാലിസിസ്. എൻവയറമെന്റൽ സ്കാനിങ് refers to a process of collecting, scrutinizing each factors and providing information for strategic purpose. You have both internal and external factors. നമുക്ക് SWOT എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കമ്പനിയുടെ സ്വന്തം സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെട്ട് കാണാൻ പറ്റും. പോർട്ടേഴ്സ് 5 ഫോഴ്സസ് പറയുന്നത് എന്തുവാണ്, യു ഹാവ് യുവർ ത്രെട്ട് ഓഫ് യുവർ എക്സിസ്റ്റിംഗ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സ് തമ്മിൽ റൈവലറി കാണും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ്. പുതിയ ആൾക്കാർ ആ ബിസിനസ് വരുമ്പോൾ തന്നെ, പുതിയ ആൾക്കാർ നിങ്ങൾ എക്സിസ്റ്റിംഗ് ബിസിനസ് തുടങ്ങുമ്പോൾ വരുമ്പോഴാണ് ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ് പറയുന്നത്. ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ ഇഫ് ദർ ആർ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ, റൈറ്റ്. ഇപ്പം ബൈക്കിന് പകരം ഇലക്ട്രിക് ബൈക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇപ്പം. സോ ദീസ് ആർ കോൾഡ് യുവർ ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ്. യുവർ കൺസ്യൂമേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ടു ഗോ. ബാർഗനിങ് പവർ ഓഫ് സപ്ലയേഴ്സ്. എക്സാമ്പിൾ, നിങ്ങളിപ്പം
ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പം എല്ലാം നിങ്ങൾ തന്നെ അല്ലായിരിക്കും ഉണ്ടാക്കുന്നത്. യു വുഡ് ഡെഫിനറ്റ്ലി യു വുഡ് ഡിപ്പെൻഡ് ഓൺ ഡിഫറെൻറ്റ് സപ്ലയേഴ്സ്. ഇപ്പോൾ ഐഫോൺ ഉണ്ടാക്കുവാണെങ്കിൽ ഐഫോണിൻ്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഐഫോണിൻ്റെ ഗ്ലാസിന് വേണ്ടിയിട്ട് തന്നെ യു ക്യാൻ ഹയർ you can have a negotiation and hire a supplier. But imagine tomorrow the supplier decides to increase the price. What would you do? Do you have a backup vendor? Do you have a backup supplier? ഇതിനാണ് നമ്മൾ ബാർഗൈനിങ് പവർ ഓഫ് സപ്ലൈസ് പറയുന്നത്. നിങ്ങൾ ഇത്തരം തരുവാണെങ്കിൽ അവർ പ്രൈസ് കൂട്ടി തരും. നെക്സ്റ്റ്, ദ സെയിം വേ യു ഹാവ് ബാർഗൈനിങ് പവർ ഓഫ് ബയേഴ്സ്. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇറക്കുന്ന പ്രോഡക്റ്റ് ചീപ്പായിട്ട് വേറൊരു കോമ്പറ്റീറ്റർ ഇറക്കിയുണ്ട്, എന്തുവാണ്, ദേ ഹാവ് എൻ ഓപ്ഷൻ ടു സ്വിച്ച് ടു യുവർ ബ്രാൻഡ്. All your customers may not be brand loyal people, so it is highly important to satisfy your customers in each and every space. അത് ക്വാളിറ്റിയുടെ കേസ് ആവാം, പ്രൈസിന്റെ കേസിലാണെങ്കിൽ you can reduce your bargaining power of buyers. Next, you have what is called your pestle analysis. Political situation നോക്കും, your economic situation, social cultural situation, technological factors, legal factors, and your environmental, your physical environmental factors നോക്കും. ഇപ്പോൾ ഇനി ചെയ്തിട്ട് എന്താ, എൻവയറമെന്റൽ സ്കാനിങ് കഴിഞ്ഞിട്ട് യു ഫോം യുവർ സ്ട്രാറ്റജി, അനാലിസിസ് കഴിഞ്ഞിട്ട് യു ഫോം യുവർ സ്ട്രാറ്റജി, യു ചൂസ് വിച്ച് ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേ ടു അച്ചീവ് യുവർ ഓർഗനൈസേഷൻ ഗോൾ. സ്ട്രാറ്റജി നമുക്ക് 3 ലെവൽസ് ഉണ്ട്, നേരത്തെ പഠിച്ച പോലെ. ടോപ്പ് ലെവൽ കോൾഡ് കോർപ്പറേറ്റ് ലെവൽ, യുവർ മിഡിൽ ലെവൽ കോൾഡ് ബിസിനസ് ലെവൽ, ആൻഡ് തേർഡ് ലോവർ ലെവൽ പറയുന്ന ഓപ്പറേഷണൽ അല്ലെങ്കിൽ ഫംഗ്ഷണൽ ലെവൽ, ഓരോ ഫംഗ്ഷണൽ ബിസിനസ് യൂണിറ്റ്സിന് വേണ്ടിയിട്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് യു ഇംപ്ലിമെൻറ്റ്, യു കൺവേർട്ട് ദിസ്, നമ്മൾ ചൂസ് ചെയ്തിട്ട് യു കൺവേർട്ട് ദാറ്റ് സ്ട്രാറ്റജി ഇൻ ടു അച്ചീവബിൾ ഗോൾ. Okay, you implement so that you achieve certain goals by which you get more profit. ഇത് ഈ പ്രോസസ്സ് ചെയ്യുന്നിടയ്ക്ക് തന്നെ നിങ്ങൾ എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യണം, എംപ്ലോയീസ് തന്നെ ട്രെയിനിങ് കൊടുക്കണം, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആണെങ്കിൽ മോട്ടിവേഷൻ ടെക്നിക്ക് എങ്കിൽ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് തന്നെ കൊടുക്കണം. യു ഷുഡ് റിവാർഡ് അക്കോർഡിംഗ്ലി. ആഫ്റ്റർ വിച്ച് യു ഇംപ്ലിമെന്റ് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഗ്യാപ്പ് അനാലിസിസ് ചെയ്യുന്നു. നിങ്ങൾ ഓൾറെഡി ഒരു പാരാമീറ്റർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു, എന്തുവാണ് അച്ചീവ് ചെയ്യേണ്ടത്, എന്നിട്ട് യു കമ്പയർ ദിസ് വിത്ത് യുവർ കറണ്ട് പെർഫോമൻസ് ലെവൽ. എന്നിട്ട് നമ്മൾ മാച്ച് ചെയ്ത് നോക്കും എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ. ഞാൻ ഒരു ദിവസം സാധാരണ ഓൺ ആവറേജ് ഐ പ്രൊഡ്യൂസ് 100 ഐറ്റംസ്. ഇന്ന് ഞാൻ എത്ര ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്തു, യു ചെക്ക് ഇഫ് ദർ ഇസ് എനി ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അതൊരു കൺട്രോൾ പ്രോസസ്സ് വേണം. അതൊരു പ്രോപ്പറായിട്ട് നമ്മൾ മെഷർ ചെയ്ത് നോക്കും എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത്, നമ്മൾ കൺട്രോൾ ഉണ്ടെങ്കിൽ വി ഡു എ കൺട്രോൾ പ്രോസസ്സ്. നെക്സ്റ്റ്, യുവർ സെക്കൻഡ് ഫംഗ്ഷൻ, ഇത്രയും പറഞ്ഞ പ്ലാനിങ്. യുവർ സെക്കൻഡ് ഫംഗ്ഷൻ ഇസ് കോൾഡ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്താണ്, ഹൂ ഷുഡ് ബി ഡൂയിങ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് ജോബ്. ഓരോ കമ്പനിയുടെ അകത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്തോ ടൈപ്പ് ജോബാണ് അസൈൻ ചെയ്യേണ്ടത്. ആ ജോബ് അസൈൻ ചെയ്യുമ്പോൾ ഹൂ ഷുഡ് ഡു ദ റൈറ്റ് എമൗണ്ട് ഓഫ് ജോബ് എങ്ങനെ നമ്മൾ എങ്ങനെ അസൈൻ ചെയ്യുന്നു, എങ്ങനെ അവർ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് തമ്മിലും ചില ജോബ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ കോർഡിനേഷൻ വേണം, റൈറ്റ്. സോ എക്സാമ്പിൾ, ദർ ഇസ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന് പ്രോപ്പറായിട്ട് മാർക്കറ്റിംഗ് ടെക്നിക്ക് വേണം. മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ ആൾക്കാർ വേണം, അപ്പോൾ അതിന് ഹ്യൂമൻ റിസോഴ്സ് വേണം. ഹ്യൂമൻ റിസോഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വേണം, സാലറി വേണം, റൈറ്റ്. സോ യു നീഡ് ഓൾ ദീസ് ഡിപ്പാർട്ട്മെന്റ്സ്, ഫിനാൻസ്, HR, മാർക്കറ്റിംഗ്. പ്രോപ്പർ പ്രോഡക്റ്റ് പ്രോപ്പറായിട്ട് ഡെലിവറി ചെയ്യണമെങ്കിൽ പ്രോപ്പർ പ്രൊഡക്ഷൻ പ്രോസസ്സ് വേണം, സെയിൽസ് ടീം വേണം. അപ്പോൾ ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻവോൾവ് ഓവർ ഹിയർ. സോ ഇതിനെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യണം. യുവർ പർപ്പസ് ഓഫ് ഓർഗനൈസിങ്, ടാസ്ക് സ്പെഷ്യലൈസേഷൻ, നേരത്തെ പറഞ്ഞ പോലെ, ഓർ ഡിവിഷൻ ഓഫ് ലേബർ. പർട്ടിക്കുലർ സെറ്റ് ഓഫ് ടാസ്ക് ആ പർട്ടിക്കുലർ ആളുടെ കൊടുക്കുക. ഡു ദ റൈറ്റ് ടാസ്ക് വിൽ ബി ഡൺ ബൈ ദ റൈറ്റ് പേഴ്സൺ, റൈറ്റ് ക്വാളിഫൈഡ് പേഴ്സൺ. ടെക്നിക്കൽ ആണെങ്കിൽ ടെക്നിക്കൽ ആണ്, നോൺ ടെക്നിക്കൽ പണിയാണെങ്കിൽ നോൺ ടെക്നിക്കൽ ആണ് ചെയ്യണം. വെൽ ഡിഫൈൻഡ് ജോബ്, യു ആർ സ്ട്രക്ചറിങ് ജോബ് എന്തുവാണ് പ്രോപ്പറായിട്ട് നിങ്ങൾ പറയുന്നുണ്ട്. ഓരോ ജോബോ ഓരോ എത്ര സമയത്തുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ഹൈറാർക്കി ഓഫ് അതോറിറ്റി, നേരത്തെ പറഞ്ഞ പോലെ യു ഷുഡ് ഹാവ് എ ഹൈറാർക്കിക്കൽ പ്രോസസ്, ഹൂ ടേക്സ് എ ഡിസിഷൻ. നെക്സ്റ്റ്, നല്ല കോർഡിനേഷൻ വേണം, എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ വേണം, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് യുവർ റിസോഴ്സ്. അണ്ടർ യൂട്ടിലൈസ്ഡ് ആവാം, ഓവർ യൂട്ടിലൈസ്ഡ് റിസോഴ്സസ് ആവാം. യു എൻഷുർ ദേഴ്സ് ഓൺലി ഒപ്റ്റിമം റിസോഴ്സസ് യൂസ്, സോ ദാറ്റ് യു അവോയ്ഡ് വേസ്റ്റേജ് ആൻഡ് യു അവോയ്ഡ് സ്പെൻഡിങ് മോർ ടൈം ആൻഡ് മണി. Next, we'll see different type of organizational structures. Different type of organizational structures നമ്മൾ കാണുന്ന line and staff, functional, divisional, team based, flat, network and matrix type of organizational structure. First one is called line organization. Line organization നമ്മൾ typical normal hierarchy ആണ്, wherein you have one single top management and each hierarchy, ഒരു ടോപ്പ് മാനേജ്മെന്റ് താഴെ വരുന്ന മാനേജേഴ്സ്, അവർ താഴെ വരുന്ന സൂപ്പർവൈസേഴ്സ്, അവർ താഴെ വരുന്ന വർക്കേഴ്സ്. ഡയറക്ഷൻ ഫ്ലോസ് ഫോർ സം ടോപ്പ് ടു ബോട്ടം പ്രോസസ്.
എന്ത് ഡയറക്ഷൻ ഡിസിഷൻ എടുത്താലും എന്ത് അക്കൗണ്ടബിലിറ്റി ആയാലും അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം പ്രോസസ്. റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഫ്ലോസ് ഫ്രം ബോട്ടം ടു ടോപ്പ്. പേര് തെറ്റില്ല, അതോറിറ്റി, ആ ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന അതോറിറ്റി, ഹൂ ഹാസ് ദ പവർ. ഓക്കെ, ഇറ്റ് ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. നേരെ മറിച്ച് ഈ പണി ചെയ്തില്ലെങ്കിൽ ഇവർക്ക് തന്നെയാണ് പ്രശ്നം. സോ ദേ ഷുഡ് ബി റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ. ദാറ്റ് ഫ്ലോസ് ഫ്രം ബോട്ടം ടു ടോപ്പ്. ലൈൻ ആൻഡ് സ്റ്റാഫ് എന്ന് പറയുന്നത് വേറെന്തുവാണ്? ലൈൻ ആൻഡ് സ്റ്റാഫ് പറയുന്നത് വേറൊന്നുമല്ല, ഈച്ച് പേഴ്സൺ. ലൈൻ ആൻഡ് സ്റ്റാഫ് നമ്മൾ ലൈൻ ഓർഗനൈസേഷൻ എന്താ പഠിച്ചത്? ഓരോ ടോപ്പ് മാനേജറിൻ്റെ താഴെ ഓരോ സൂപ്പർവൈസർ, മാനേജർ, വർക്കേഴ്സ് ഉണ്ട്. ഈ ഓരോ മാനേജറിൻ്റെ അടുത്ത് തന്നെ അവർക്ക് ഒരു സെപ്പറേറ്റ് ഒരു വിങ് കാണും, അവർക്കൊരു അഡ്വൈസറി കമ്മിറ്റി പോലെ കാണും. അതായത് സേ ഫോർ എക്സാമ്പിൾ ഒരു CEO തന്നെ ഹി മൈറ്റ് നോട്ട് ബി സ്പെഷ്യലൈസ്ഡ് ഇൻ ടെക്നിക്കൽ വർക്ക്. ഓക്കെ, ഹി മൈറ്റ് റിക്വയർ എ പേഴ്സൺ ഹൂസ് ടെക്നിക്കലി എക്സ്പെർട്ട്. ടെക്നിക്കൽ ഒരു അഡ്വൈസർ വേണം, ഫിനാൻഷ്യൽ അഡ്വൈസർ വേണം, എക്കണോമിക് അഡ്വൈസർ വേണം, ഒരു സെക്രട്ടറി, ഒരു അസിസ്റ്റൻറ്റും വേണം. So each such managers, they have a specialized person to assist them. അവർ അതിൽ എക്സ്പെർട്ട് ആയിരിക്കും, അതിലൊരു ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ സബ്ജക്ട് സ്റ്റാഫ് എക്സ്പെർട്ട് ആയിരിക്കും ടു ഗിവ് ദം ടെക്നിക്കൽ അഡ്വൈസ് ടു ദ മാനേജേഴ്സ്, ഡയറക്ട്ലി ടു ദ മാനേജേഴ്സ്. ദാറ്റ് ഇസ് കോൾഡ് ലൈൻ ആൻഡ് സ്റ്റാഫ് മെത്തഡ്. ഇതിനൊക്കെ ഡയഗ്രാം വരയ്ക്കണേ. തേർഡ് വൺ ഇസ് കോൾഡ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഇത് നമ്മൾ ഒരു ഓർഗനൈസേഷൻ ഓരോ ഫങ്ഷൻസ് അനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒരു കമ്പനിയിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെ വരും, നെക്സ്റ്റ് HR ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെ വരും, ഓപ്പറേഷൻസിൽ ആരൊക്കെ വരും, റിസർച്ച് ആണെങ്കിൽ റിസർച്ചിൽ ആരൊക്കെ വരും. യു ഡിവൈഡ് ദം ബേസ്ഡ് ഓൺ ദ ഡിപ്പാർട്ട്മെന്റൽ വൈസ്. ദാറ്റ് ഇസ് കോൾഡ് ഫങ്ഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. Next one is called divisional organizational structure. This you divide them on basis of certain criteria. ചിലപ്പം അത് പ്രോഡക്റ്റ് ബേസിസിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ നമുക്ക് ജോഗ്രഫിക്കൽ വൈസ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടേക്ക് ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ് ഇസ് ആൻ ഓർഗനൈസേഷൻ ഹാവിങ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരുതി ഡിസയറും ഉണ്ട്, സെലറിയും ഉണ്ട്, എർട്ടിഗയും ഉണ്ട്. അവർക്ക് തന്നെ അവരുടെ ഉള്ളിൽ തന്നെ അവരുടെ മാർക്കറ്റിംഗ്, ഫിനാൻസ്, സെയിൽസ് ടീം ഉണ്ട്. അല്ലെങ്കിൽ യു ടേക്ക് റീജിയണൽ വൈസ്, ടേക്ക് എ കമ്പനി ഹൂസ് ഹാവിങ് ദെയർ സർവീസ് in city area and in rural area. Okay, the service in rural area will differ when product with compared with city area, right? The services, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഡിവിഷണൽ സ്ട്രക്ചർ. ഇനി ടീം ബേസ് ഓർഗനൈസേഷൻ പറയുന്നത് വേറെ ഒന്നുമില്ല, യു ഡിവൈഡ് ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ബേസ്ഡ് ഓൺ certain skill set അച്ചീവ് ചെയ്യുന്ന ആൾക്കാർ ഒരുമിച്ച് വരുമ്പം കോമൺ അച്ചീവ് ഗോൾ കിട്ടും. റൈറ്റ്, മാർക്കറ്റിംഗിൽ തന്നെ ഇമാജിൻ യു ഹാവ് 10 people in marketing. ഓക്കെ, യു ഹാവ് 10 people in HR, യു ഹാവ് 10 people in ടെക്നിക്കൽ വർക്ക് അറിയുന്ന ആൾക്കാരെ. അതിൽ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കും. ഒരു ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ്, ഇപ്പം ഞാൻ ഡിസയർ ഉണ്ടാക്കുവാണെങ്കിൽ ഡിസയറിൽ ഐ നീഡ് 1 person ഫ്രം മാർക്കറ്റിംഗ്. അപ്പോൾ ആ 10 പേര് ഞാൻ ഒരാൾ എടുക്കുന്നു. ഐ വാണ്ട് 1 person ഫ്രം സെയിൽസ് ടീം, ഐ വാണ്ട് 1 person ആസ് എ ഡിസൈനർ, അവിടെ നിന്ന് എടുക്കുന്നു. ദിസ് ഇസ് ജസ്റ്റ് 1 product. യുവർ കമ്പനി വിൽ ഹാവ് എ സെക്കൻഡ് പ്രോഡക്റ്റ്. ഇതുപോലെ തന്നെ ഓരോ ടീമിൽ നമ്മൾ സ്കിൽഡ് ആൾക്കാർ എടുക്കുന്നു ടു അച്ചീവ് യുവർ കോമൺ ഗോൾ. ഇതാണ് നമ്മൾ ടീം ബേസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഇസ് കോൾഡ് ഹൊറിസോണ്ടൽ ഓർ ഫ്ലാറ്റ് സ്ട്രക്ചർ. ഇത് കൂടുതൽ കോമൺ ആയിരിക്കുന്ന എവിടെ ആയിരിക്കും? ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഡയഗ്രാം. യുവർ CEO is directly interacting with each staff. This is more common in startup culture. Okay, startup culture early stage CEO will be directly communicating and connecting with each of their staff, be it junior, senior, whatever it is. They connect with each and all of their staff in the same way. All are getting fair treatment and communication. Everyone is open to directly communicate with the CEO. And the seventh one being called virtual organization. Virtual organization എന്തുവാണ്? നിങ്ങൾക്ക് ഒരു റിമോട്ട് പ്ലേസിൽ തന്നെ ഇരുന്ന്, നമ്മളിപ്പോൾ ഈ കോവിഡ് സമയത്ത് ചെയ്ത പോലെ തന്നെ യു ക്യാൻ നെറ്റ്വർക്ക് വിത്ത് ഡിഫറെൻറ്റ് ടീംസ്. ഓക്കെ, യു ആർ നോട്ട് ഹൈറാർക്കിക്കൽ കണക്റ്റഡ്, പക്ഷേ കുറച്ചുകൂടെ ഡീസെൻട്രലൈസ്ഡ് ആണ്. എന്ന് വെച്ചാൽ പറയുന്നത് എന്തുവാണ്, നിങ്ങൾക്ക് ഏത് ലെവൽ ഓഫ് ആൾക്കാരെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് യു ക്യാൻ നെറ്റ്വർക്ക് വിത്ത് ദം. an HR person can network with a marketing type person. അവർ തമ്മിൽ ബന്ധമില്ല, ബട്ട് യു ക്യാൻ നെറ്റ്വർക്ക് വിത്ത് ദം. അവർ തമ്മിൽ എന്തെങ്കിലും കോമൺ എലിമെന്റ്സ് ആണ്. യു ക്യാൻ കണക്ട് വിത്ത് എ അക്കൗണ്ടിങ് പേഴ്സൺ, യു ക്യാൻ കണക്ട് വിത്ത് എ ടെക്നിക്കൽ പേഴ്സൺ, യു ക്യാൻ കണക്ട് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടീംസ്. അതാണ് നമ്മൾ വെർച്വൽ ഓർ റിമോട്ട് ഓർ നെറ്റ്വർക്ക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. The last one is called matrix organizational structure. Matrix organizational structure ഒരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ, ഒരു ഹൈബ്രിഡ് സ്ട്രക്ചർ ആണ്. പറയുന്നത് വെച്ചാൽ പീപ്പിൾ ദേ ആർ ഗ്രൂപ്പ്ഡ് വിത്ത് മെനി സ്കിൽസ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റിംഗ് ഒരാൾ എടുക്കും, HR ഒരു 10 പേരുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ എടുക്കും.
എന്നിട്ട് ഇവർക്ക് ഇവരുടേതായ ഒരു റിപ്പോർട്ടിംഗ് മാനേജർ ഉണ്ട്, പ്ലസ് ഒരു മെയിൻ മാനേജർ ഉണ്ട്. ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. എ ജനറൽ മാനേജർ, കമ്പനിയുടെ CEO എന്ന് സങ്കല്പം, അല്ലെങ്കിൽ ജനറൽ മാനേജർ MD. ദേ ഹാവ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. ഓക്കെ, ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. പ്രൊഡക്ഷൻ ഫങ്ഷൻ, ഫിനാൻസ് ഫങ്ഷൻ, മാർക്കറ്റിംഗ്, സെയിൽസ്, ഓപ്പറേഷൻസ്, റിസർച്ച്. ഇതിൻ്റെ അകത്ത് തന്നെ അവരുടെ സ്വന്തം ഹൈറാർക്കി ഉണ്ട്. പ്രൊഡക്ഷൻ തന്നെ പ്രൊഡക്ഷൻ ആൾക്കാർ, പ്രൊഡക്ഷൻ ടീമുണ്ട്. ദേ ഹാവ് 3 പ്രൊഡക്ഷൻ ടീം. ഈ ഓരോ പ്രൊഡക്ഷൻ ടീം ഓരോ പ്രോജക്റ്റിനാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇമാജിൻ ദേ ഹാവ് 3 ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ഓർ 3 പ്രോജക്ട്സ് ഹാവ്. അത് തന്നെ ഓരോ പ്രോജക്റ്റ് ഉണ്ടോ. സോ സി, പീപ്പിൾ വർക്കിംഗ് ഇൻ ദിസ് ടീം, ദേ ആർ റിപ്പോർട്ടിംഗ് ഡയറക്ട്ലി ടു 2 പീപ്പിൾ. ഒന്ന് അവരുടെ സ്വന്തം പ്രൊഡക്ഷൻ മാനേജറിനോട് അവർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് കൂടാതെ ഡയറക്ട്ലി റിപ്പോർട്ട് ചെയ്യുന്ന ആ പ്രോജക്റ്റിൻ്റെ മാനേജറിൻ്റെ അടുത്താണ്. മനസ്സിലായോ? നമ്മളിപ്പോൾ 3 പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു. അപ്പം ഡിസർ ആയിക്കോട്ടെ, സെലറി ആയിക്കോട്ടെ, എർട്ടിഗ ആയിക്കോട്ടെ, ഇതെല്ലാം 3 പ്രോജക്റ്റാണ്. അപ്പോൾ ഈ ഓരോ പ്രോജക്റ്റിനും ഒരു ഹെഡ് കാണത്തില്ലേ, പ്രോജക്റ്റ് മാനേജർ കാണത്തില്ലേ, അത് അവരെ വെച്ചാണ് ഇവർ ഡയറക്റ്റ്ലി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കൂടാതെ പ്രൊഡക്ഷൻ്റെ സ്വന്തമായിട്ട് നോക്കാൻ ഒരാൾ കാണേ, ഫിനാൻസിൻ്റെ ടോപ്പ് നോക്കുന്ന ഫിനാൻസിൻ്റെ മാനേജറാണ്, അവരുടെ അടുത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ 1 person will be getting 2 persons reporting directly. This person is reporting with the project manager. This is a hybrid structure called matrix organizational structure. Next, we'll see what is departmentalization. Departmentalization വേറൊന്നുമല്ല, you can divide departments based on their specialization. First is നമ്മൾ കണ്ട പോലെ functional departmental structure based on each of their specific task. Marketing marketing, sales sales, HR HR. Second one based on the geographical regional രീതിക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് geographical departmentalization. It can be based on ഇന്ത്യ തന്നെ വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ, അങ്ങനെ തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് നോക്കാൻ പറ്റും. നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്. ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞു, ഇപ്പം മാരുതിയുടെ സെലേറിയോ അല്ലെങ്കിൽ വാഗണാർ, എർട്ടിഗ, ഇതൊക്കെ ആണെങ്കിൽ ഓരോ പ്രോഡക്ട്സ് ആണ്. ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് ആൻഡ് എവറി പ്രോഡക്റ്റ് യു ക്യാൻ സ്പെസിഫൈ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇതിനായിട്ട് അങ്ങനെയായിട്ട് നമുക്ക് പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഓൺ ഇസ് കോൾഡ് കസ്റ്റമർ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. ദിസ് സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ കസ്റ്റമർ, ഒരു പേഷ്യൻറ്റ്, അതാണ് കസ്റ്റമർ ഉദ്ദേശിക്കുന്നത്. പേഷ്യൻ്റ് എവിടെയൊക്കെ ആയിരിക്കും വരുന്നത്. പേഷ്യൻ്റ് ചിലപ്പോൾ എക്സ്റേ ചെയ്യാൻ വരുമായിരിക്കും, അല്ലേ? പേഷ്യൻ്റ് പിന്നെ ബ്ലഡ് ബാങ്ക് വേണമെങ്കിൽ വരാം, ICU വരാം, ഇല്ലേ? കാഷ്വാലിറ്റി വരാം, MRI എടുക്കാൻ വരാം. അപ്പോൾ ഈ ഓരോ സർവീസസ് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ സർവീസ് കൊടുക്കുന്നു. ദാറ്റ് ഇസ് കോൾഡ് കസ്റ്റമർ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. നെക്സ്റ്റ് we see a difference between centralization versus decentralization. സെൻട്രലൈസേഷൻ പറയുന്നത് എന്താണ്? ഓർഗനൈസേഷൻ്റെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ മാത്രം എടുക്കും, അവർ താഴോട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, ദ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് വെർട്ടിക്കൽ ഫ്രം ടോപ്പ് ടു ബോട്ടം. ആൾക്കാർക്ക് പ്രത്യേകിച്ച് റോളില്ല. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണ്? ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് സ്ലോ ആയിരിക്കും. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് വളരെ സ്ലോ ആയിരിക്കും. ദിസ് ഇസ് പോസിബിൾ ഓൺലി ഇൻ എ സ്മോൾ ഫേം. ബട്ട് സി, വിത്ത് റെസ്പെക്ട് ടു ഡീസെൻട്രലൈസേഷൻ പ്രോസസ് ഉണ്ടെങ്കിലോ, ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സിൽ എല്ലാവരെയും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാവരും, ലോ ലെവലും മിഡിൽ ലെവലും ടോപ്പ് മാനേജ്മെന്റ് ലെവലും എല്ലാവരും കൂടി ഡിസിഷൻ എടുക്കുകയാണ് ഡീസെൻട്രലൈസേഷൻ ലെവൽ. ഇതാണെങ്കിൽ എന്തുവാണ്? ടോപ്പ് ടു ബോട്ടം, ബോട്ടം ടു ടോപ്പ്, അങ്ങനെയൊന്നുമില്ല. ഫ്രീ ആൻഡ് ഓപ്പൺ ആണ്. ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഒത്തിരി സമയമെടുത്ത് ഒത്തിരി സ്ട്രാറ്റജി ഒക്കെ ഫോമുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു സമയമാവും. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പ്രോസ് ആൻഡ് കോൺസ്, ബട്ട് ദിസ് ഈസ് കമ്പാരിറ്റീവ്ലി ഫാസ്റ്റർ. ഓക്കെ, നെക്സ്റ്റ്, അതോറിറ്റി പറയുന്നത് വെച്ചാൽ ഇവിടെ മറ്റിടത്ത് എന്താ, ടോപ്പ് മാനേജ്മെൻറ്റ് മാത്രം അതോറിറ്റി ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ എന്താ, ലോവർ മാനേജ്മെൻറ്റും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റും ഒരു അതോറിറ്റി ഉണ്ട്, പ്രോപ്പർ കൺട്രോളും ഉണ്ട്. ഇത് കുറച്ചുകൂടെ ലാർജർ ഫേംസിലാണ് പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ. ഇതാണെങ്കിൽ ഒരു സ്മോളർ ഫേംസിലായിരിക്കും ആപ്ലിക്കബിൾ ആണ് സെൻട്രലൈസേഷൻ.